ഹായ്, പ്രൈസ് ഗോഡ്. ക്രിസ്തുവിൽ സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിലൂടെ നമ്മൾ തിരുവെഴുത്തുകളെ പഠിക്കാൻ അവസരം ലഭിച്ചതിൽ കർത്താവിന് സ്തോത്രം ചെയ്യും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനമാണ് ഈ ദിവസങ്ങളിൽ തുടർമാനമായിട്ട് നമ്മൾ ലൈവിൽ കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ധാരാളം ആളുകൾക്ക് ഒരു പുതിയ ചിത്രം വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് ലഭിക്കുന്നു എന്നത് അറിയുന്നതിൽ ഞാൻ യേശുവിന് സ്തോത്രം ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ഈ വെളിച്ചത്തെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കർത്താവ് അവസരം നൽകുന്നു. സുജിത് ബ്രദർ, ഷാലോം. താങ്ക് യു ഫോർ വാച്ചിങ്. പല സ്ഥലങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ ലൈവിൽ ജോയിൻ ആകുന്നുണ്ട്. താങ്ക് യു. ഞാൻ ഓർത്തഡോക്സ് പ്രിട്രസ്റ്റിക് വ്യൂവിലാണ് ഈ തിരുവെഴുത്തുകളെ പഠിപ്പിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് വെളിപ്പാട് പുസ്തകത്തിന് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത നിലയിൽ ഒരു ക്ലാരിറ്റി നിശ്ചയമായിട്ടും ഈ ലൈവ് കാണുന്നവർക്കറിയാം. മുമ്പെങ്ങും ഇല്ലാത്ത നിലയിൽ കൃത്യമായിട്ടൊരു ബോധ്യം ഉണ്ടാകുന്നു എന്നതിൽ വലിയ സന്തോഷം. എനിവേ, ഞാൻ എൻ്റെ പഠനം ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമായിട്ട് തന്നെ കണ്ടുകൊണ്ട് തുടരുകയാണ്. ആരുടെയെങ്കിലുമൊക്കെ ദൃഷ്ടി പ്രകാശിക്കുന്നെങ്കിൽ അത് നിശ്ചയമായിട്ടും ദൈവരാജ്യത്തിനും കർത്താവിൻ്റെ നാമത്തിന് മഹിമയ്ക്കും ഉപകാരമാകും, പാത്രമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 11-ാം അധ്യായം ഒരു ടഫസ്റ്റ് സബ്ജക്റ്റ് ആയിരുന്നു. വളരെ കഠിനമായ ഒരധ്യായമാണ്. അത് വേദപണ്ഡിതന്മാരോ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഇന്റർപ്രറ്റ്, ബട്ട് എനിവേ ഒരർത്ഥത്തിൽ നമുക്ക് കൃത്യമായിട്ട് ആ ബോധ്യം ലഭ്യമായി എന്ന് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും. കാരണം ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് ബൈ ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി ഗോസ്റ്റ് ടു ബ്രിങ് ഔട്ട് ദാറ്റ് റിയാലിറ്റി. വാട്ട് ആർ ദ ടു ആരാണ് ഈ രണ്ട് സാക്ഷികൾ എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മുമ്പുള്ള ലൈവിൽ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ ട്രംപറ്റിലേക്കാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വേദഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 7ാമത്തെ ദൂതൻ ഊതുന്ന 7ാമത്തെ കാഹളം, നമുക്ക് വേണമെങ്കിൽ പറയാം ഫൈനൽ, അവസാനത്തെ കാഹളം. 7 ദൂതന്മാരിൽ ലാസ്റ്റ് കാഹളമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. 2ാമത്തെ കഷ്ടം കഴിഞ്ഞു, 3ാമത്തെ കഷ്ടം വേഗം വരുന്നു. 15-ാം വാക്യം, 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ് വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലം വന്നു. 19ാമത്തെ വാക്യം, അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവൻ്റെ നിയമപെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. ശ്രദ്ധിക്കുക, ഫൈനൽ ട്രംപറ്റ് നമ്മൾ ഇവിടെ കാണുകയാണ്. 7ാമത്തെ ദൂതൻ്റെ കാഹളം
ഞാനിതിനു മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ കാണുന്നത് ഈ ദൈവം ഉടമ്പടി ചെയ്ത ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തെ വിട്ടുള്ള അവരുടെ അപ്പോസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് അവർ ദൈവത്തെ കളഞ്ഞു പോയതിനാൽ, ദൈവത്തെ ഉപേക്ഷിച്ച് വിശുദ്ധ നഗരമെന്നും മഹാരാജാവിൻ്റെ നഗരമെന്നും ഒക്കെ അറിയപ്പെടുന്ന സ്വർഗീയ യെരൂശലേം സോദോമെന്നും ഗോമോറ എന്നും അറിയപ്പെടുന്ന നിലയിലേക്ക് ആ പട്ടണം വഷളത്വം കൊണ്ട് നിറഞ്ഞു. ഭൂതങ്ങളുടെയും സകല തിന്മയുടെയും കേന്ദ്രമായി യെരൂശലേം മാറി. അങ്ങനെ യെരൂശലേം മർമ്മമഹദിയ ബാബിലോൺ എന്ന് ഈ പുസ്തകം തന്നെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ദൈവം ഉടമ്പടി ചെയ്തത് ലോക ജനതയുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തിട്ടില്ല. ഒത്തിരി ആളുകൾ ഈ വെളിപ്പാട് പുസ്തകത്തെ ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമായിട്ട് പറയാൻ കാരണം, മനുഷ്യരെല്ലാവരും പാപം ചെയ്തു, ദൈവത്തെ കളഞ്ഞുപോയി, ദൈവത്തെ ഉപേക്ഷിച്ചു. ഒരു കുഞ്ഞു ചോദ്യം, ഈ ദൈവം, മഹാദൈവം, നമ്മുടെ ബൈബിളിൽ നമ്മെ പരിചയപ്പെടുത്തുന്ന ഈ ദൈവം എന്നാണ് ലോകത്തിലെ സകല ജാതികളോടും ഉടമ്പടി ചെയ്തത്? ഒരിക്കൽ പോലും ദൈവം ഈ പ്രപഞ്ചത്തിലെ യഹൂദനല്ലാത്ത മറ്റൊരു ജാതിയോടും ദൈവം ഒരു ഉടമ്പടിയും ചെയ്തിട്ടില്ല. ഉടമ്പടിയുടെ ലംഘനങ്ങളായിരുന്നു ജഡ്ജ്മെന്റുകളായിട്ട് വിശുദ്ധ ബൈബിളിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പം ന്യായവിധി ജഡ്ജ്മെന്റ് ബ്രേക്ക് ചെയ്തതിൻ്റെ തെളിവുകളായിരുന്നു. അപ്പം യഹൂദ സമുദായത്തിന് വന്നു പറ്റിയ, അവരുടെ ലൈഫിൽ വന്ന വിനാശം, അവർക്ക് വിധിച്ചിരുന്ന ന്യായവിധി ഭൂലോകത്തിലെ സകല ജാതികൾക്കും ഒരു കാരണവശാലും വരേണ്ട ആവശ്യമില്ല. അപ്പം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ഈ വിഷയത്തെ ലോകവ്യാപകമായിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സുവിശേഷീകരണം എന്ന ട്രൂത്ത് ഒരബദ്ധമായിട്ടാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സദ്വർത്തമാനം പ്രസംഗിക്കുന്ന ആളുകൾ സദ്വർത്തമാനം വിനാശം വരുന്നതിന് മുമ്പുള്ള ഒരു ന്യൂസായിട്ട് പറയുന്നെങ്കിൽ അതൊരിക്കലും ഒരു സദ്വർത്തമാനമല്ല. ഞാനൊന്നുകൂടെ പറയാം. ഒരു വലിയ മഹാമാരി വരാൻ പോകുന്നു എന്ന് ചൈന ഒരു 3 മാസത്തിന് മുമ്പ് ലോകത്തോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേണേൽ പറയാം, ഗുഡ് ന്യൂസ്. എന്താ ആ ചൈന പുറപ്പെടുവിച്ച ന്യൂസ് എന്താണ്? വലിയൊരു നാശം വരാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീടുകളിൽ തന്നെ തങ്ങിക്കോ, രക്ഷപ്പെട്ടോ എന്ന് പറയുന്ന ഒരു ന്യൂസ് ആ ഗുഡ് ന്യൂസ് എങ്കിൽ, വരുവാനുള്ള വിനാശത്തിന് മുൻപുള്ള മുന്നറിയിപ്പാണോ സുവിശേഷം? ഞാൻ ചോദിക്കുന്ന ലോജിക്കലിയാണ്. വരുവാൻ പോകുന്ന വിനാശത്തിന് മുമ്പെയുള്ള മുന്നറിയിപ്പാണോ സുവിശേഷം? അതോ ദൈവരാജ്യത്തിൻ്റെ സന്ദേശമാണോ സുവിശേഷം? നമ്മൾ ഇന്ന് ലോകത്തിൽ കേൾക്കുന്ന 90 ശതമാനത്തിലധികം സുവിശേഷത്തിൻ്റെ ബേസ് വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവിൻ എന്ന ചിന്ത വെച്ചിട്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി അടിസ്ഥാനപരമായി നമ്മുടെ സുവിശേഷീകരണം തെറ്റാണ് പഠിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മുടെ സുവിശേഷീകരണം തെറ്റാണ്. കാരണം വരുവാൻ പോകുന്ന വിനാശത്തിൽ നിന്നുള്ള രക്ഷപ്പെടലിന് വേണ്ടിയാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതെങ്കിൽ, നാം പ്രസംഗിക്കുന്ന സുവിശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമേ അല്ല. ഒരിക്കൽ കൂടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യേശുക്രിസ്തു ചെയ്തതല്ല നമ്മുടെ ലോകത്തോടുള്ള സന്ദേശം. യേശുക്രിസ്തു ചെയ്തതല്ല നമ്മൾ പ്രസംഗിക്കേണ്ടത്.
പക്ഷെ നമ്മൾ പ്രസംഗം മൊത്തം യേശു ചെയ്തതാണ്. യേശു ജനിച്ചത്, യേശു ചെയ്ത അത്ഭുതങ്ങൾ, യേശു ചെയ്ത പ്രവൃത്തികൾ, യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണം, ആ മരണത്തിൻ്റെ ക്രൂരത, അത് എങ്ങനെയാണ് മരിച്ചത്, യേശു ഉയർത്തെഴുന്നേറ്റത്, യേശുവിൻ്റെ സ്വർഗാരോഹണം, ഇതൊന്നും പ്രസംഗിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതല്ല ലോകത്തോട് പ്രസംഗിക്കാൻ യേശു ആവശ്യപ്പെട്ടത്. ലോകത്തോട് പ്രസംഗിക്കാൻ യേശു ആവശ്യപ്പെട്ടത്, നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് പ്രസംഗിപ്പീൻ. Preach the kingdom of God. You go and preach about cross, you go and preach about the crucifixion, preach about the miracles, how I divided the bread and I multiplied the bread, how I resurrect the dead, ഞാൻ എങ്ങനെ വെള്ളത്തിന്റെ പുറത്ത് നടന്നത്, മോശ എങ്ങനെയാണ് ചെങ്കടലിനെ രണ്ടാക്കിയത്, ഗീദയോൻ എങ്ങനെയാണ് യവത്തപ്പ് ഉരുട്ടി കളിച്ചത്, ഏലിയാവ് എങ്ങനെയാണ് പുതപ്പ് ഉപയോഗിച്ചത്, അതിൻ്റെ സീക്രട്ട് എന്താണ്, മോശയുടെ വടിയുടെ മൂലഭാഷയിലെ അർത്ഥം, ഇതൊക്കെ പഠിക്കാൻ കൊള്ളാം. പക്ഷേ ഇതായിരുന്നില്ല പ്രസംഗം. ഇത് പ്രസംഗിക്കാനല്ല അപ്പോസ്തലന്മാരെ കർത്താവ് അയച്ചത്. കർത്താവ് അയച്ചത് കർത്താവിൻ്റെ രാജ്യം പ്രസംഗിക്കാനാണ്. നമ്മൾ ക്രൈസ്തവർ പാഴായിപ്പോയ, വഴിതെറ്റിപ്പോയ, ഡീവിയേറ്റഡായിപ്പോയ നമ്മുടെ സന്ദേശത്തിൽ നിന്നും, മിഷനിൽ നിന്നും നാം വീണ്ടും തിരിച്ചു വന്ന് പുരാതന വഴിയിലേക്ക് വന്ന് നാം ഒരു റൈറ്റ് ടേൺ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ രാജ്യം പ്രസംഗിക്കപ്പെടണം. ഇതിന് എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നില്ല എന്നതിൻ്റെ പ്രശ്നം, ഇവിടെ നമ്മൾ ആളുകൾ പഠിപ്പിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് യഹൂദന്മാരോടുള്ള സുവിശേഷമാണെന്ന്. അതായത് യഹൂദന്മാരോട് പ്രസംഗിക്കാനുള്ള സുവിശേഷമാണ് രാജ്യത്തിൻ്റെ സുവിശേഷം, ലോകത്തോട് പറയാനുള്ളതെന്നല്ല. ഇവിടെ മുഴുവൻ തിയോളജിക്കൽ കോൺട്രോവേഴ്സീസാണ്. തിയോളജിക്കലി നമ്മൾ യുദ്ധക്കളത്തിലാണ്. കർത്താവായ യേശു ഒറ്റ പ്രസംഗിച്ചിട്ടുള്ളൂ, അത് ദൈവരാജ്യമാണ്. ആ രാജ്യത്തെ പ്രസംഗിക്കാനാണ് അപ്പോസ്തലന്മാരെ ദൈവമാക്കി. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം സഭയുടെ ഏറ്റവും മൂപ്പൻ എന്നല്ല. ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായി വേറൊരു രാജ്യത്തിലേക്ക് കടന്നു എന്ന് താൻ പ്രതിനിധിയായിരിക്കുന്ന രാജ്യത്തിന്റെ കൾച്ചർ, ആ രാജ്യത്തിൽ വിളംബരം ചെയ്യേണ്ട ആളിന് അന്നത്തെ റോം ഇട്ടിരുന്ന പേരാണ് അപ്പോസ്റ്റൽ. ഈ അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞാൽ റവറൻഡ് എന്നല്ല അർത്ഥം. അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മറ്റൊരു രാജ്യത്തിലെ പ്രതിനിധി എന്നാണ്. അപ്പം ദൈവരാജ്യത്തിൻ്റെ പ്രതിനിധിയായി ഭൂമിയിൽ നിൽക്കേണ്ട ആളിൻ്റെ പേരാണ് അപ്പോസ്റ്റൽ. അപ്പം ചർച്ച്, എക്ലീഷ്യയുടെ ഹെഡ് അപ്പോസ്റ്റലാണ്. ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ദൈവരാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് അപ്പോസ്തലൻ നിൽക്കുക. അപ്പോസ്തലൻ സഭയുടെ ഹെഡായിട്ട് നിൽക്കുന്നതിൻ്റെ അർത്ഥം തന്നെ ഇത് ഒരു ഇൻവേഷനെ കുറിച്ച് പഠിപ്പിക്കുന്ന, ആ ദൗത്യം നിർവഹിക്കുന്ന ഒരു കൂട്ടരാണ് കർത്താവിന്റെ സഭ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ കേരളത്തിലോ ലോകത്തിലോ ഭാരതത്തിലോ ഒക്കെ കേൾക്കുന്ന 90% സുവിശേഷവും വഴിതെറ്റിപ്പോയ സുവിശേഷമാണ്. വഴിതെറ്റി എവിടെയോ പോയി ലക്ഷ്യബോധ്യമില്ലാതെ പ്രസംഗിക്കുകയാണ്. യേശു ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നതല്ല സുവിശേഷം. യേശു എന്തിനു വേണ്ടി മരിച്ചു, ആ റീസൺ എന്താണ്, അത് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന സന്ദേശമാണ് സുവിശേഷം. അവൻ്റെ കയ്യിൽ 3 ആണി അടിച്ചെന്നും കൈകാലുകളെല്ലാം തകർന്നെന്നും അവൻ്റെ ശരീരം മുഴുവൻ ഉഴവുചാല് പോലെ കീറിയെന്നൊക്കെയുള്ള ആ വർണ്ണനകളൊക്കെ കൊള്ളാം. കുറച്ച് പേരെ ഇമോഷണലി നമുക്ക് അട്രാക്ട് ചെയ്ത് നിർത്താൻ പറ്റും. പക്ഷെ ദ ഗോസ്പൽ ഈസ് ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ എന്തുകൊണ്ട് വികലമായിട്ട് പഠനം വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആളുകളുടെ ധാരണ യേശു ഇനിയും വരും. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞില്ല കേട്ടോ, വന്നിട്ടേ യേശു രാജ്യം സ്ഥാപിക്കത്തുള്ളൂ.
അങ്ങനെയാണ് ആളുകൾ. എത്ര വാക്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് എടുക്കണം, പഴയ നിയമത്തിൽ നിന്ന് എടുക്കണം. മിശിഹായുടെ വരവോടെ രാജ്യം വന്നു. നമ്മുടെ ഈ മലയാളത്തിൽ എഴുതിയേക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, സമീപിച്ചിരിക്കുന്നു എന്ന. അപ്പം നമ്മുടെയൊക്കെ ആൾ വരെ സമീപിച്ചിരിക്കുന്നു എന്നതിന് അർത്ഥം വന്നിട്ടില്ലെന്നാണ്, വന്നുകൊണ്ടിരിക്കുന്നെന്നാണ്. വാതുക്കൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെയുള്ള അർത്ഥത്തിൽ അല്ല. അറ്റ് ഹാൻഡ് എന്ന വാക്ക് 16ാമത്തെ നൂറ്റാണ്ടിൽ KJV ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റ് ഹാൻഡ്, സമീപിച്ചിരിക്കുന്നു. എന്നാൽ അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ പദത്തിന് ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ ബൈബിളിലെ ഭാഷ അറൈവ്ഡ് എന്നാണ്. അറൈവ്ഡ്, എത്തിച്ചേർന്നിരിക്കുന്നു. ദൈവരാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു. ആയകയാൽ നിങ്ങളുടെ മനസ്സ് മാറ്റുക. അപ്പം റിലീജിയോസിറ്റിയിലിരിക്കുന്ന, റിലീജിയസ് സിസ്റ്റത്തിലിരിക്കുന്ന നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കോ. കാരണം ദൈവത്തിൻ്റെ രാജ്യം വന്നെത്തിയിരിക്കുന്നു. സമീപസ്ഥമായിരിക്കുന്ന വാക്ക് മാറ്റണം. എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്. 2000 ഇയേഴ്സിന് മുമ്പ് ദൈവരാജ്യം ഇവിടെ എത്തിച്ചേർന്നിട്ട് അത് യേശു പ്രസംഗിച്ചു. യേശുവിന് മുന്നോടി വന്ന യോഹന്നാൻ പ്രസംഗിച്ചു. യോഹന്നാന് ശേഷം യേശു, യേശുവിന് ശേഷം അപ്പോസ്തലന്മാർ, ആദിമസഭ എല്ലാം പ്രസംഗിച്ചു. ഇന്ന് ആ പ്രസംഗം അതിൻ്റെ ഒരു കോപ്പി പോലും നമ്മുടെ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. നമ്മുടെ തിയോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസ് BTH, BD, MD, പിന്നെ അതിൻ്റെ PhD എടുത്ത വേദപണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കുക. നിങ്ങളുടെ ഈ പഠന കാലഘട്ടത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു സിലബസ് ഉണ്ടോ? അതിനകത്ത് ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ ഉണ്ട്, ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ ഉണ്ട്, സിസ്റ്റമാറ്റിക് തിയോളജി ഉണ്ട്, തിയോളജി ഉണ്ട്, പിന്നെന്തോന്നാ സിസ്റ്റമാറ്റിക് തിയോളജി തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ചർച്ച് ഹിസ്റ്ററി ഉണ്ട്, ഇസ്ലാം മതമുണ്ട്, ഈ മതങ്ങളുടെ പഠനമുണ്ട്. പക്ഷെ എന്ത് മാത്രമില്ലെന്നറിയാമോ? ആവശ്യമുള്ളത് മാത്രമില്ല. എന്താണ് പ്രധാന ആവശ്യം? ദൈവരാജ്യം എന്നൊരു സിലബസ് ഇവിടുത്തെ ഒരു തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇല്ല. ഇവിടെ കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സഭയുടെ നാശം ആരംഭിച്ചത് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഇതൊരു ആരോപണമല്ല, കൃത്യമായ ബോധ്യത്തോടുള്ള പ്രസ്താവനയാണ്. ഇവിടുത്തെ വേദപഠനശാലകളിലാണ് സഭയുടെ മൂല്യം അവസാനിച്ചത്. കാരണം അവിടെ നിന്ന് പഠിപ്പിച്ചു വരുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ നാട്ടിലൊക്കെ കോഴികളെ വളർത്തുന്ന സ്ഥലമുണ്ട്. 31 ദിവസം തീറ്റയിട്ട് വളർത്തുന്ന കോഴിയെ അതിനെ പിടിച്ചാലും കരയും, വളർത്താൻ പിടിച്ചാലും കരയും, കൊല്ലാൻ പിടിച്ചാലും കരയും, താലോലിക്കാൻ പിടിച്ചാലും കരയും. ആ വൈറ്റ്ലോകം കോഴിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലോകമെന്ന് പറയുന്നത് ആ കൂട് മാത്രമാണ്. അപ്പം 3.5 വർഷമോ 5 വർഷമോ 10 വർഷമോ തിയോളജി പഠിപ്പിച്ച് ഇറങ്ങി വന്ന ഒരുത്തനോട് അവൻ പഠിപ്പിച്ചതിൻ്റെ അപ്പുറത്ത് എന്ത് പറഞ്ഞാലും ആ ആൾ ഉടനെ വിളിച്ച് പറയും ഇത് ദുരുപദേശമാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ഇത് ദുരുപദേശമാണെന്ന് പറയുന്ന നീ ഒരു പമ്പര വിഡ്ഢിയും, നീ ഒരു കുളത്തിലെ തവളയും, നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന ഈ നല്ല മോഡേൺ ലോകത്തിൽ ഞാൻ പറയുന്നത്. കാരണം ആശയം കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ എതിരാളികളെ അങ്ങ് കള്ളന്മാരാക്കിയാൽ മതിയല്ലോ, രക്ഷപ്പെടാം. അപ്പൊ ദൈവരാജ്യം എന്ന കോൺസെപ്റ്റ് സഭയിൽ നിന്ന് അന്യപ്പെട്ടു. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ ദൈവരാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. ഒത്തിരി പ്രാധാന്യങ്ങളുള്ള പല പോർഷൻസ് നമ്മൾ കൈകാര്യം ചെയ്തെങ്കിലും ഇത് എല്ലാ പോർഷൻസിനേക്കാളും അമിത പ്രാധാന്യമുള്ള ഒരു പോർഷനാണ്. ഇതിനിടയ്ക്ക് വെച്ച് ഞാനൊരു കാര്യം പറയാം. 6-ാം അധ്യായം മുതൽ നമുക്ക് മുദ്രകളുടെ സീൽ ഓപ്പൺ ആക്കുന്നത് കണ്ടു. ആദ്യത്തെ മുദ്ര 6 മുദ്ര പൊട്ടിച്ചു. 6-ാം മുദ്ര പൊട്ടിച്ചു കഴിഞ്ഞിട്ട് 7-ാമത്തെ മുദ്രയ്ക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ മുദ്ര നടന്നു. അതായത് ഞാൻ ഇന്നലെ അത് പറഞ്ഞായിരുന്നു, ഹൗസ് ഓഫ് ഇസ്രായേലും ഹൗസ് ഓഫ് ജൂഡായും, ഈ 2 ഗ്രഹങ്ങൾ, കാട്ടൊലിവും നാട്ടൊലിവും. ഇസ്രായേലിൽ വന്ന ഭ്രംശം, അല്ലെങ്കിൽ ഇസ്രായേലിൽ വന്നതായ ഒരു ബ്ലൈൻഡ്നെസ് മാറിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ ജാതികളുടെ സംഖ്യ പൂർണ്ണമായി. ദ ഫുൾനെസ് ഓഫ് ദ നേഷൻസ് എന്ന് പറയുന്നത് എഫ്രീം എന്ന് പറയുന്ന യഹൂദ ഇസ്രായേൽ ഗ്രഹം ക്രിസ്തുവിനോട് ചേർന്ന്
വീണ്ടും ഒന്നായി മാറുന്ന, അല്ലെങ്കിൽ യഹൂദ ഗ്രഹത്തോട് ഇസ്രായേൽ ഗ്രഹം വന്നു ചേരുന്നതിനെയാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. കാരണം ഞാനത് വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിളിന്റെ മൂലഭാഷ വെച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ബഹുജാതി ജനങ്ങളും എല്ലാവരും കൂടെ രക്ഷിക്കപ്പെട്ട് ഇങ്ങനെ സഭയിൽ രജിസ്റ്റർ ബുക്കിൽ പേരാവും. ലാസ്റ്റിൽ ആൾ തീരുമ്പോൾ ഒട്ടനെ പിന്നെ യേശു വരും, പിന്നെ രക്ഷ പിന്നെ യഹൂദന്മാർക്ക്. അങ്ങനല്ല, അങ്ങനൊരു കാര്യപാടി ദൈവത്തിനില്ല. യഹൂദന്റെ രക്ഷയും ജാതിയുടെ രക്ഷയും രണ്ടും രണ്ടല്ല. സകലർക്കും വേണ്ടിയാണ് കർത്താവ് കാൽവറിയിൽ മരിച്ചത്. കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ സ്ഥാപിതമായ രക്ഷ സകല മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ ഇനി 7ാമത്തെ കാഹളം പഠിക്കാൻ പോവുക. ശാന്തമായിട്ടാണ് ഞാൻ ആ വിഷയത്തെ കൊണ്ടുവരാൻ പോകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫൈനൽ ട്രംപറ്റിനൊരു പ്രത്യേകതയുണ്ട്. ആ ഫൈനൽ ട്രംപിന്റെ പ്രത്യേകത 10ാം അധ്യായത്തിന്റെ 6ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ഇനി കാലം ഉണ്ടാകുകയില്ല. എന്തിന്റെ കാലം ഉണ്ടാകുകയില്ലെന്നാ? കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുദ്രകൾ സംഭവിച്ചു. മുദ്ര കഴിഞ്ഞ ശേഷം കാഹളങ്ങൾ ഊതാൻ തുടങ്ങി. കാഹളം ഊതിയതിനിടയ്ക്ക് വെച്ച് ഈ പല കാര്യങ്ങൾ അതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. യെറുശലേമിന്, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഏജ്, ലോകാവസാനം, നമ്മുടെ ബൈബിളിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ലോകാവസാനം. കൊരിന്ത്യലേഖനം 10 ഇങ്ങനെ പറഞ്ഞു: ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു ലോകാവസാനം. അത് യുഗങ്ങളുടെ അവസാനമെന്നാണ്. യേശുക്രിസ്തു പറയുന്ന ഒരുപാട് പ്രസ്താവനകൾ ഭൂമിയുടെ അവസാനം എന്നല്ല, ലോകാവസാനം. അതിൻ്റെ പ്രധാന തെളിവുകൾ: ഒന്ന്, അന്ത്യകാലമെന്ന് 1-ാം നൂറ്റാണ്ടിൽ പത്രോസ് പെന്തിക്കോസ്ത് നാളിൽ പ്രസംഗിച്ച് പറഞ്ഞു. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകൻ അരുളി ചെയ്തതിന്റെ നിവൃത്തിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. യെരുശലേമിനകത്ത് ശിഷ്യവൃന്ദം ഒരുമിച്ച് കൂടുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോൾ സംഭവിച്ച പെന്തിക്കോസ്ത് നാളിൽ പറയുന്നു ഇത് അന്ത്യകാലമാണ്. അപ്പൊ അത് അന്ത്യകാലമായിരുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, പണ്ട് ദൈവം ഭാഗം ഭാഗമായിട്ടും വിവിധങ്ങളായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചത് ഇപ്പോൾ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. അപ്പൊ പുത്രൻ വന്ന കാലത്തിന്റെ പേരാണ് അന്ത്യകാലം. ഇത് നമ്മുടെ എത്ര ലോകത്തോട് പ്രസംഗിച്ചാലും നമ്മുടെ ആളുകൾ അത് വിശ്വസിക്കത്തില്ല. നമ്മുടെ ആളുകൾ പൊട്ടയണലികളെ പോലെ കേട്ട് കേൾക്കാതെ പഴഞ്ചൻ കഥകളും പഴയ ഗ്രാഫിക്സും പ്രസംഗിച്ച് കഴിയുന്നിടത്തോളം ജനത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി അവരിൽ നിന്ന് ഉപജീവനം നടത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് സത്യങ്ങൾക്ക് അവർ ചെവി പൊത്തിക്കളയുന്നത്. അന്ത്യകാലമെന്ന് കൃത്യമായിട്ട് ബൈബിൾ 1-ാം നൂറ്റാണ്ടിനെയാണ് പറഞ്ഞത്. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ യേശു അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനായി അന്ത്യകാലത്ത് അർപ്പിക്കപ്പെട്ടു എന്ന് എബ്രായ അന്ത്യകാലത്താണ് യേശുവിന്റെ ക്രൂശുമരണം നടന്നതെന്ന്. അപ്പൊ യേശു മരിച്ചത് അന്ത്യകാലത്താണ്, യേശു വന്നത് അന്ത്യകാലത്താണ്. പെന്തിക്കോസ്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോഴും പറഞ്ഞ അന്ത്യകാലമാണ്. സോ ലോകാവസാനം, യുഗാവസാനം എന്നൊക്കെ നമ്മൾ കാണുന്നിടത്തെല്ലാം യഹൂദ സമുദായത്തിന്റെ യുഗം അവസാനിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ഇത് ലോകത്തിന്റെ അവസാനം, ഭൂമിയുടെ അവസാനം ഇതൊന്നുമല്ല. ഇതൊക്കെ മതങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടിയുള്ള ചെപ്പിടി വിദ്യകളാണ്. അപ്പൊ ഇസ്ലാം മതം എന്ന് പറയുന്ന മതമുണ്ട്. ആ മതം നിലനിൽക്കുന്നതും അതിന്റെ വ്യാപനത്തിന്റെ കാരണം സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ ദർശനം അവർ പഠിപ്പിക്കുന്നുണ്ട്. ഭയങ്കര മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു സ്വർഗം ആ മതം പ്രസന്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യാനികളിൽ കുറെ ആളുകളെ പേടിപ്പിച്ച് ഇന്ന് പള്ളിക്കകത്ത് നമ്മൾ അടിമകളായിട്ട് അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പോലെ വെച്ചേക്കുന്നതിന്റെ കാരണം അന്ത്യകാലത്തെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ചിത്രം പഠിപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നുണ്ട്? ഇവരെല്ലാവരും ഉപയോഗശൂന്യരാണ്. ഇനി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തു തന്റെ സഭയെ സ്ഥാപിച്ചത് എന്തിനാണെന്നറിയണം. അപ്പൊ ദൈവത്തിന്റെ രാജ്യം എപ്പോൾ വന്നെന്നറിയണം. ഇപ്പോൾ ദൈവരാജ്യം എവിടെയാണെന്നറിയണം. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അന്ത്യകാലം, ലോകാവസാനം എന്ന പദങ്ങളെല്ലാം 1-ാമത്തെ സെഞ്ചുറിയിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, 1-ാമത്തെ നൂറ്റാണ്ട് അന്ത്യകാലമാണെങ്കിൽ
ഈ 21-ാം നൂറ്റാണ്ട് അന്ത്യകാലത്തിന്റെ അവസാനത്തെ മണിക്കൂറിലെ അവസാനത്തെ മിനിറ്റാണ്. സന്തോഷം. അപ്പൊ അന്ത്യകാലത്തിന്റെ ദൈർഘ്യം 2000 വർഷം. അത് കൊള്ളാലോ. ഈ അന്ത്യകാലത്തിന്റെ വർഷം അവസാനം 2000 വർഷത്തെ നീളമുണ്ട്. അപ്പൊ കാലമെന്ന് പറഞ്ഞാൽ എന്താ? ഇനി കാലം ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞാൽ ഇനി ഒരു യുഗം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇനിയും ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദൈർഘ്യമില്ല എന്ന് പറഞ്ഞാൽ യെരൂശലേമിന്റെ വിനാശം ദാണ്ട വരാൻ പോവുകയാണ്. ഇനി ദീർഘിപ്പിക്കേണ്ട. കാലങ്ങൾക്ക് മുമ്പ് പുരാതനമായി പ്രവാചകന്മാർ, നമ്മൾ ആ ഭാഗം താഴോട്ട് വായിക്കുന്ന 7ാമത്തെ ദൂതന്റെ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത്, 7th ട്രംപറ്റിന്റെ കാലത്ത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7th ട്രംപറ്റിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം, ഞാൻ ഈ പദം വീണ്ടും ഒന്ന് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. വീണ്ടും അത് നിങ്ങൾക്ക് ഒരു പക്ഷെ ഞാൻ മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, എങ്കിലും നമ്മുടെ ചിന്തകളെ ഒന്നുകൂടെ ഉണർത്താൻ അത് പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് പൂർവ്വകാലത്ത് മറഞ്ഞു കിടന്ന, അല്ലെങ്കിൽ ഇവിടെ നോക്കിയ പൂർവ്വകാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകും. ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്ത ദൈവമർമ്മം. ആ മർമ്മം എന്താണെന്ന് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 16:24 പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാട് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിന്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നും എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇവിടെ പൂർവ്വകാലത്ത് മറഞ്ഞു കിടന്ന മർമ്മം ഞാനത് മുമ്പ് ഒരു ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ സൂചിപ്പിച്ചു പോകുന്നത്, കാരണം 7ാം കാഹളത്തിൽ എന്ത് സംഭവിക്കണം? ദൈവമർമ്മത്തിന്റെ നിവർത്തി സംഭവിക്കണം. എന്താണ് മർമ്മത്തിന്റെ നിവർത്തി? ജാതികൾ യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ ഏക ശരീരസ്ഥരും ഏക അവകാശികളും കൂട്ടവകാശികളും ദൈവത്തിന്റെ സ്വന്തം ഭവനക്കാരും ഒറ്റ കൂട്ടമായി, ഒരാട്ടിൻ കൂട്ടമായി മാറുക എന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ആർക്കായിരുന്നു? ഇസ്രായേലിലായിരുന്നു. ആര്? 2 ഗ്രഹം. ഇസ്രായേലിലായിരുന്നു കാട്ടൊലിവും നാട്ടൊലിവും. ഇന്ത്യയിൽ താമസിക്കുന്ന എന്നെയല്ല പൗലോസ് കാട്ടൊലിവ് എന്ന് വിളിച്ചത്. അപ്പൊ നമ്മുടെ ആളുകളെല്ലാം നമ്മൾ കാട്ടൊലിവാണെന്നും യഹൂദൻ നാട്ടൊലിവാണെന്നും ഒക്കെ പറഞ്ഞ് യഹൂദന്റെ പേര് ഇങ്ങനെ ഉയർത്തി പാടി നമ്മൾ നടക്കുകയാണ്. എന്നെയല്ല പൗലോസ് കാട്ടൊലിവ് എന്ന് വിളിച്ചത്, മറിച്ച് കാണാതെ പോയ, നഷ്ടപ്പെട്ടു പോയ 10 ഗോത്രങ്ങൾ, ഇസ്രായേൽ ഗ്രഹം, ഞാൻ അവരോട് കരുണ കാണിക്കില്ല, അവർ എൻ്റെ ജനമല്ല, അവർ പരസംഗത്തിൽ ജനിച്ച മക്കളാണെന്ന് ഹോശയ പ്രവാചകനിലൂടെ അറിയിച്ച ആ പ്രവചന നിവർത്തി എന്നോണം അശൂറിനാൽ ആക്രമിക്കപ്പെട്ട് ജാതികളുടെ ഗലീലയും ജാതികളെന്നെണ്ണപ്പെട്ടിരുന്ന നോർത്തേൺ കിങ്ഡം ആയിരുന്നു കാട്ടൊലിവ്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഞാൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ലൈവിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളല്ല. യഹൂദ ഗ്രഹമായിരുന്നു നാട്ടൊലിവെങ്കിൽ ഇസ്രായേൽ ഗ്രഹമായിരുന്നു കാട്ടൊലിവ്. ഇവരെയാണ് ആദ്യം ഒന്നാക്കിച്ചത്. ഇവരാണ് വീണ്ടും ഒന്നായത്. ഒരു കോലെടുത്ത് അളന്ന് ഇവരെ 2 പേരെ ഒന്നാക്കുകയാണ്. 2 ഗ്രഹങ്ങൾ തമ്മിൽ ഒന്നായി. ഇവരായിരുന്നു ഭൂമിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങൾ. ഇവരായിരുന്നു 2 സാക്ഷികൾ. ഇവരായിരുന്നു ലോകത്തിന് സുവിശേഷം കൊടുക്കാൻ വിളിക്കപ്പെട്ടവർ. സോ അവിടെയാണ് നമ്മൾ ആ കാര്യങ്ങൾ വ്യക്തമാകേണ്ടത്. ഇനിയും അതിന്റെ കൂട്ടത്തിൽ തീർന്നിട്ടില്ല. ആ ജാതികളുടെ കൂട്ടത്തിൽ സകല ജാതികൾക്കും ഒരു വലിയ മർമ്മം വെളിപ്പെടുക. എന്താ മർമ്മം? യഹൂദനെ മാത്രമല്ല സകല ജാതികൾക്കും കൂട്ടവകാശം ലഭിച്ചു. അപ്പം ജാതികളുമായി ദൈവത്തിന് ഉടമ്പടിയില്ല എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കണം. നമ്മുടെ ഭൂലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്നവരുമായിട്ട് ദൈവത്തിന് ഒരിക്കലും ഒരു ഉടമ്പടിയുമില്ല. ദൈവത്തിന്റെ ഉടമ്പടി ഇസ്രായേലിനോടാണ്. നമുക്ക് ആ മഹാ സന്തോഷത്തിലേക്ക്, കുടുംബത്തിലേക്ക് പാർട്ടിസിപ്പേഷനാണ് ലഭിച്ചത്.
ശരി, ഇനി നമ്മൾ ഈ വിഷയം മനസ്സിലാക്കണം. ഇതാണ് ഏഴാമത്തെ ഉടമ്പടിയുടെ പ്രാധാന്യം. അപ്പൊ ഏഴാമത്തെ കാഹളത്തിന്റെ പ്രാധാന്യം. ഏഴാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ ദൈവമർമ്മം പൂർണ്ണമാകണം. ഇനി ഞാൻ പറഞ്ഞല്ലോ, മിസ്റ്ററി ഓഫ് ഗോഡ് ഫുൾഫിൽ ആകുന്നത് ഏഴാമത്തെ കാഹളത്തിലാണ്. അപ്പൊ ഇനി നമ്മൾ വിചാരിക്കും അന്ത്യകാഹളത്തിലാണ് ഇത് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ലാസ്റ്റ് ട്രംപറ്റ്, ഇത് ഒടുവിൽ കേൾക്കുന്ന ട്രംപറ്റ് ആണെങ്കിൽ ചോദ്യം, ഇന്ന് ഈ ദൈവമർമ്മം വെളിപ്പെട്ടിട്ടില്ലേ? ഈ ദൈവമർമ്മം എന്താ? ജാതികൾ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ. അങ്ങനെങ്കിൽ ഇന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളല്ലേ? ഇത് അന്ത്യകാഹളത്തിങ്കലാണ് ഈ മർമ്മം നിവർത്തിയാകേണ്ടതെങ്കിൽ നാം ഇന്ന് ആരാണ്? നമുക്ക് ഇതുമായിട്ട് എന്ത് ബന്ധം? യേശുക്രിസ്തുവിൽ നമുക്ക് കൂട്ടവകാശം ലഭിച്ചോ? നമ്മൾ അവനോട് ഏക ശരീരസ്ഥരായോ? ജാതികൾക്ക് അങ്ങനെ ഒരു പദവി ലഭിച്ചെങ്കിൽ കാഹളം ഇനി മുഴങ്ങാൻ പോകുന്നോ അതോ മുഴങ്ങിക്കഴിഞ്ഞോ? കാഹളം മുഴങ്ങിക്കഴിഞ്ഞോ? ഈ ഏഴാം കാഹളം എന്ന് പറയുന്നത് ലാസ്റ്റിൽ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാഹളമാണെങ്കിൽ ആ കാലത്തല്ലേ ജാതികളും യഹൂദനും യേശു ക്രിസ്തുവിൽ കൂട്ടവകാശികളാകത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ആരാണ്? നമ്മൾ ഇന്ന് ക്യൂവിൽ നിൽക്കുന്ന അന്യമതസ്ഥരോ? നമ്മുടെ നാട്ടിലെ ഇന്നത്തെ വർത്താനം പറഞ്ഞാൽ എന്തോന്നാ, അതിഥി തൊഴിലാളികളോ? നമ്മൾ അതിഥികളാണോ? നമുക്കിതുമായിട്ടൊന്നും ബന്ധമായിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്താ ഇവിടെ അർത്ഥമാക്കേണ്ടത്? ഇത് ഈ നാദത്തിങ്കലെ ഈ മർമ്മം പൂർണ്ണമാകത്തുള്ളൂ. അങ്ങനാണെങ്കിൽ ജാതികൾ എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ കൂട്ടവകാശികളാണ്. അങ്ങനെയെങ്കിൽ ഇത് എപ്പോ സംഭവിച്ചു? യെരൂശലേമിന്റെ വിനാശത്തോടുകൂടെ ഇത് സംഭവിക്കണം. ഈ കാഹളധ്വനി മുഴങ്ങണം. ഈ കാഹളധ്വനി മുഴങ്ങിയാലേ ദൈവരാജ്യം സ്ഥാപിതമാകത്തുള്ളൂ. നിങ്ങൾ കേൾക്കുക, ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജത്വം, ഇവിടെ ശ്രദ്ധിക്കുക, ലോകരാജത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. വലിയ പ്രശ്നമാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ലോകരാജ്യത്വം കർത്താവിന് ആയി തീർന്നിട്ടില്ല, കർത്താവ് ഇന്നും എവിടെയോ വെയിറ്റിംഗിലാണ്. അല്ല, ഈ പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നവൻ, ഈ കാണുന്ന സകല സൃഷ്ടിജാലങ്ങളെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, അവൻ രാജാവാണെന്നും അവൻ അധികാരിയാണെന്നും പരസ്യമായിട്ട് തെളിഞ്ഞത് AD 70 യെരൂശലേമിന്റെ വിനാശത്തോടു കൂടെയാണ്. അതിന് ഒരു വാക്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അപ്പൊ ഇന്ന് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കർത്താവിന്റെ വകയാണ്. ക്രിസ്ത്യാനി അഭിമാനത്തോടാണ് ഇത് പറയേണ്ടത്. ഭരിക്കുന്നത് ആരുമായിക്കോട്ടെ, റൂളിംഗ് പവർ ആരുമായിക്കോട്ടെ, മെജോറിറ്റി ആരുമായിക്കോട്ടെ, പക്ഷെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഇന്ന് ലോകരാജ്യം നമ്മുടെ കർത്താവിൻ്റെ വകയാണ്. നമ്മൾ ഇന്ന് ഒരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങി, ഞങ്ങൾ ആരുമല്ലേ, ഞങ്ങൾ ന്യൂനപക്ഷമാണ്, ഞങ്ങൾ കൊള്ളത്തില്ലേ എന്ന് ദൈവം തമ്പുരാന്റെ മുമ്പിൽ പറഞ്ഞ് ഇനി ഒരിക്കൽ യേശു വരുമ്പോൾ നമുക്ക് വേറൊരു ശരീരം കിട്ടും, ശരീരം കിട്ടിയിട്ട് നമ്മൾ ഇവരെ എല്ലാം സൂപ്പാക്കും, നമ്മൾ അങ്ങനെ ഇതൊന്നും അല്ല. ഇന്ന് ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സഭ വളരെ ശക്തിയുള്ളതാണ്. നമ്മൾ കർത്താവിൻ്റെ ജനമാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അവൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമായി. ഈ ഒരു ദൂതന്റെ കാഹളത്തോടു കൂടെ ദൈവരാജ്യം ഭൂമി സ്ഥാപിതമായെന്ന നമ്മൾ ഇനി മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് ഒന്ന് പോകണം. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം, നമ്മൾ ആ ഭാഗം ഒരു 2-3 മിനിറ്റ് ഒന്ന് വിശദീകരിക്കാം. അവിടെ ഈ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു ഉപമയാണ്. ഗ്രഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ഇത് കേൾക്കണേ. ഗ്രഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൽ ചക്ക് കുഴിച്ചിട്ടിട്ട് ഗോപുരവും പണിതു, പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട്
പരദേശത്തേക്ക് പോയി. ഇത് യേശു കർത്താവിനെ കുറിച്ചാണ്, നമ്മുടെ ദൈവത്തെ കുറിച്ചാണ്. അവൻ നട്ടുണ്ടാക്കിയ തോട്ടം യഹൂദനാണെന്ന് നമുക്കറിയാം. യെശയ്യാവിന്റെ പ്രവചനത്തിൽ അതുണ്ട്. ദൈവം മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളിയെ ഫലവത്തായ നാട്ടിൽ നട്ട് അതിനെ വളമിട്ട് ദൈവം സ്ഥാപിച്ച മുന്തിരിത്തോട്ടമാണ് യഹൂദൻ. അതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പരദേശത്തേക്ക് പോയി. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ജീസസ് വെന്റ് അപ്പ് ടു ഹെവൻ. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം ഞാൻ പറഞ്ഞത് യേശു പോയതല്ല കേട്ടോ. അവൻ സ്ഥാപിച്ചിട്ട് ഹി വെന്റ് അവേ. തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടത് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. ഞാൻ യഹൂദനുള്ള കാര്യം കേട്ടോ, ഇച്ചിരി ആ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി, തെറ്റിദ്ധരിക്കരുത്. യഹൂദന്മാരായ ആ യഹൂദത്തോട്ടം അല്ലെങ്കിൽ ജൂഷ് സമൂഹത്തെ കൊണ്ട് സ്ഥാപിച്ച ആ മുന്തിരിത്തോട്ടം, അതിൻ്റെ ഫലം വാങ്ങേണ്ടത് ദാസന്മാരായ കുടിയാന്മാരെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഒരുത്തനെ തല്ലി, ഒരുത്തനെ കൊന്നു, മറ്റൊരുത്തനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പലത്തതിലും അധികം ദാസന്മാരെ അയച്ചു. ടോക്കിംഗ് അബൌട്ട് ദ പ്രോഫറ്റ്സ്. ഇതാണ് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത്. പ്രവാചകന്മാരെ അയച്ച അവരോട് അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ എൻ്റെ മകനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞ് ഗൃഹസ്ഥനായ ഉടമസ്ഥൻ, ആ പിതാവ്, അവൻ്റെ മകനെ കുടിയാന്മാർ കണ്ടിട്ട് ശങ്കിക്കുമെന്ന് വെച്ച് അവരുടെ അടുക്കലേക്ക് അയച്ചു. ഇത് കർത്താവായ യേശുവിൻ്റെ ഭൂമിയിലെ വരവാണ്. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അപ്പം ഗൃഹസ്ഥനായ മനുഷ്യൻ്റെ മകൻ വന്നപ്പോൾ ആ മകനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? അവരവനെ കൊന്നു കളഞ്ഞു. 40-ാം വാക്യം. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? നിങ്ങൾ വാഹനം ശ്രദ്ധിക്കണം. ഇത് നമ്മളോടുള്ള ദൂതല്ല, യഹൂദനോടുള്ള ദൈവത്തിൻ്റെ ഉപമകളാണ്, ന്യായവിധിയുടെ ഉപമകളാണ്. ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു. തോട്ടം ആരെ ഏൽപ്പിക്കുന്ന? ഫലം കൊടുക്കുന്ന വേറെ കുടിയാന്മാരെ ഏൽപ്പിക്കും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല, അതിനൊരു എബ്രായ പശ്ചാത്തലമുണ്ട്. 43-ാം വാക്യം. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അത് ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. യഹൂദന്റെ പക്കൽ നിന്ന് ദൈവരാജ്യത്തെ എടുത്ത് ഫലം കൊടുക്കുന്ന ജാതിയുടെ പക്കൽ കൊടുത്തത് ഈ കുടിയാന്മാരെ നിഗ്രഹിച്ച ശേഷമാണ്. അപ്പം ജാതികളുടെ പക്കലേക്ക്, അതായത് ദൈവവുമായിട്ടോ വാക്തത്വങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ലായിരുന്ന പുറജാതിക്കാർക്ക് ദൈവരാജ്യം ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. എപ്പോൾ? തൻ്റെ സ്വന്തം പുത്രനെ നിഗ്രഹിച്ച കുടിയാന്മാരെ അശേഷം നിഗ്രഹിച്ച ശേഷം. ഇത് സംഭവിച്ചത് യെരൂശലേം എന്ന് പറയുന്ന യഹൂദന്റെ ആലയവും അവൻ്റെ സംവിധാനങ്ങളും അവിടുത്തെ കുടിയിരിപ്പുകാരെയും ഒരുപോലെ നിഗ്രഹിച്ചിട്ടാണ് കർത്താവ് ഈ രാജ്യമെടുത്ത് ജാതികൾക്ക് കൊടുക്കുകയാണ്. ഇത് സംഭവിച്ചത് 7-ാമത്തെ കാഹളത്തിലാണ്. 7-ാമത്തെ കാഹളത്തിൽ ദൈവം പറയാണ്, ഇനിയും യഹൂദന്റെ രാജ്യം എന്നൊരു രാജ്യത്തിന്റെ പുറകിലല്ല ഞാൻ. മറിച്ച് എന്താ സംഭവിച്ചെന്ന് നോക്കിക്കേ. രാജ്യം മുഴുവൻ, ലോകരാജ്യങ്ങൾ മുഴുവൻ, ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും, രാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. ലോകരാജ്യത്വം, ഈ വേൾഡിന്റെ മുഴുവൻ രാജ്യത്വം നമ്മുടെ കർത്താവിനായി തീർന്നിരിക്കുന്നു. അപ്പൊ യേശു ഉൽപ്രാവണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവൻ ആരായിട്ട് പോയ? മഹത്വത്തിലാണ് പോയത്. മഹിമയുടെ വലതുഭാഗത്ത് അവൻ ഇരിക്കുന്നു. ഇനി നമ്മൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു വാചകം, 24-ന്റെ 30-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. നമ്മുടെ ആളുകൾ ഇത് ധരിച്ചു വെച്ചിരിക്കുന്ന യേശു മേഘത്തിൽ പ്രത്യക്ഷനാകുന്ന അല്ല. അതിന്റെ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അറ്റ് ദാറ്റ് ടൈം വിൽ അപ്പിയർ ദ സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ ഇൻ ഹെവൻ.
ആകാശം എന്നല്ല, ഹെവൻ, സ്വർഗത്തിൽ നിന്ന്. അറ്റ് ദാറ്റ് ടൈം വിൽ അപ്പിയർ ദ സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ ഇൻ ഹെവൻ. അതിന്റെ അർത്ഥം ഒരാൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, യെരുശലേമിന്റെ മേൽ വന്ന നാശത്താൽ തെളിഞ്ഞു വന്ന ഒരു സത്യം, ഒരു അടയാളം തെളിഞ്ഞു. അത് എന്താ അടയാളം? മനുഷ്യപുത്രൻ സ്വർഗത്തിൽ അധികാരിയാണെന്ന് തെളിഞ്ഞു. അതായത് മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും എന്ന് പറഞ്ഞാൽ, ആകാശത്തേക്ക് കയറിപ്പോയ മനുഷ്യപുത്രൻ സകലത്തെയും ഭരിക്കുന്ന അധികാരിയാണ് എന്നതിൻ്റെ തെളിവ് യെരുശലേമിന്റെ നാശത്തോടെ, അതിനെ നശിപ്പിക്കുന്നതിലൂടെ ക്രൈസ്റ്റ് ത്രോണിലാണെന്ന് തെളിഞ്ഞു എന്നാണ്. അതാണ് വേദ പണ്ഡിത മതം. അതായത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഒരുപാട് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഇത് സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ആകാശത്തിൽ നിന്ന് വന്നിട്ട് നമ്മളെ എല്ലാവരും വിളിക്കും എന്നുള്ള ധാരണയാണ്. അങ്ങനെയല്ല. മറിച്ച് സൺ ഓഫ് മാൻ ഇൻ ഹെവൻ, സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ ഇൻ ഹെവൻ, സ്വർഗത്തിലുള്ള മനുഷ്യപുത്രന്റെ അടയാളം വിളങ്ങുമെന്ന, ആകാശത്ത് വിളങ്ങുമെന്നല്ല. നമ്മളെങ്കിലും ഇംഗ്ലീഷ് വായിച്ചു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അറ്റ് ദാറ്റ് ടൈം വിൽ അപ്പിയർ ദ സൈൻ ഓഫ് ദ സൺ ഓഫ് മാൻ ഇൻ ഹെവൻ. സൺ ഓഫ് മാൻ ഇൻ ഹെവൻ എന്ന് പറയുമ്പോൾ സൺ ഓഫ് മാനിന്റെ അടയാളം വിളങ്ങുന്നു, അല്ലെങ്കിൽ ആകാശത്ത് വിളങ്ങുന്നല്ല, ആകാശത്തുള്ള സ്വർഗസ്ഥനായ, സ്വർഗത്തിൽ അധിവസിക്കുന്ന ദൈവപുത്രന്റെ അടയാളം അന്ന് വിളങ്ങുമെന്നാണ്. സൺ ഓഫ് മാൻ ഇൻ ഹെവൻ എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ, സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രന്റെ, ഇൻ ഹെവൻ, സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രന്റെ അടയാളം. ആ അടയാളം വിളങ്ങിയത് എവിടെയാ? യെരുശലേമിന്റെ വിനാശത്തോടെ. എന്താ അത് വിളങ്ങാൻ കാരണം? ക്രൈസ്റ്റ് ആണ് രാജാവ്, ക്രൈസ്റ്റ് ആണ് ദൈവം, അവൻ മഹിമയുടെ വലതുഭാഗത്ത് അധികാരിയാണ്. അതിന്റെ തെളിവാണ്. കാരണം ദൈവം പറഞ്ഞൊരു വാചകമുണ്ട്, പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ന്യായം വിധിച്ച ന്യായാധിപതിയാണ്, അവൻ രാജാവാണ് എന്നതിൻ്റെ തെളിവാണ് യെരുശലേമിന്റെ നാശത്തിൽ വെളിപ്പെട്ടത്. ഇനി ഈ 11-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്, ഞാൻ പറഞ്ഞല്ലോ, 11-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ റോമാലേഖനം 11-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ജാതികളുമായിട്ടുള്ള റീകൺസിലേഷൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യഹൂദന്റെ ഭ്രംശം, ഞാൻ ആ വാക്യം വായിക്കാം, മലയാളത്തിൽ അതെനിക്ക് ഓർമ്മ വരുന്നില്ല. പതിനൊന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം, എന്നാൽ അവരുടെ ലംഘനം, ശ്രദ്ധിക്കണം, റോമാലേഖനം 11:11, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല, അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘന ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ ജാതികൾക്ക് എന്ത് വന്നു? രക്ഷ വന്നു. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും നമ്മുടെ നഷ്ടം, അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം. നിങ്ങൾ നോക്കണം, ഒരിടത്ത് അവരുടെ ഹൃദയം കാഠിന്യമായി പോയി, അവർക്ക് ലംഘനം വന്നുപോയി, അതായത് യഹൂദനെ കുറിച്ച്, അവർക്ക് ആ യഹൂദ സമുദായത്തിനാണ് നാശം. അത് സംഭവിച്ചപ്പോൾ ജാതികൾക്ക് എന്തു വന്നു? രക്ഷ വന്നു. ജാതികൾക്ക് എന്തു വന്നു? സമ്പത്ത് വന്നു. ജാതികൾക്ക് എന്തു വന്നു? ധനം വന്നു. അപ്പൊ ധനവും സമ്പത്തും, ഒന്നുകൂടെ പറഞ്ഞാൽ, തളർന്നു കിടന്ന, തകർന്നു കിടന്ന, ദാരിദ്ര്യത്തിൽ കിടന്ന സർവലോഹത്തിനും ധനവും മാനവും സമ്പത്തും ഐശ്വര്യവും വന്നത് യഹൂദന്റെ ലംഘനമാണ്. അപ്പൊ അവന്റെ ലംഘനം ജാതിക്ക് രക്ഷയോടൊപ്പം എന്ത് കൊണ്ടുവന്നു? സമ്പത്ത് കൊണ്ടു. അപ്പൊ അതുകൊണ്ടാണ് ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇത് ഗോസ്പൽ ഓഫ് എറ്റേണിറ്റി ആണെങ്കിൽ രക്ഷയുടെ കൂട്ടത്തിൽ നിത്യത വന്നു, സ്വർഗത്തിൽ ഒരു സ്ഥാനം കിട്ടി, ജീവപുസ്തകത്തിൽ പേരെഴുതി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനല്ല. ഈ വാക്യം സൂചിപ്പിക്കുന്നത് ധനവും
മാനവും സമ്പത്തും രക്ഷയും ജാതികൾക്ക് കിട്ടി. എങ്ങനെ? യഹൂദന്റെ ലംഘനത്താൽ. എന്നിട്ട് തീർന്നില്ല, അവരുടെ യഥാസ്ഥാനത്താൽ എത്ര അധികം എന്നാണ്. എപ്പോഴാണ് അവർ യഥാസ്ഥാനപ്പെട്ടത്? യഹൂദൻ എന്നാണ് രക്ഷ വന്നത്? യഹൂദന് രക്ഷ വന്നത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ വന്നു. അതിന്റെ തെളിവാണ് 144,000 പേരെ ആ ഗ്രഹത്തിൽ നിന്ന് ദൈവം ചൂസ് ചെയ്തു. 144,000 എന്ന് പറഞ്ഞാൽ എക്സാക്ട് നമ്പർ അല്ല, 12 ഗോത്രങ്ങൾ. ആകെ 3 ഗോത്രമാണ് സുവിശേഷത്തിന് വേണ്ടി നിന്നത്. ആദിമ സഭയുടെ വക്താക്കൾ അവരാണ്. അവരിൽ നിന്നാണ് രക്ഷ വന്നത്. അതാണ് ഈസ്റ്റ്, അതായത് സദേൺ കിങ്ഡത്തോട്, അതായത് ശമരിയ സ്ത്രീയോട് യേശു പറഞ്ഞത്, രക്ഷ യഹൂദന്മാരിൽ നിന്നല്ലോ വരുന്നതെന്ന് പറഞ്ഞാൽ രക്ഷയുടെ ഉറവിടം എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ജൂഡയാണ്. ആ ജൂഡായിൽ നിന്നാണ് രക്ഷ വരുന്നത്. 10 ഗോത്രങ്ങൾ ദൈവത്തെ വിട്ടുപോയവരാണ്. ഇവരുടെ യഥാസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടു പോയ 10 പേരും ഇവിടെ ഉള്ള 2 പേരും ഒരുമിക്കുന്ന ആ വീണ്ടും വരുന്ന അവസ്ഥ. അത് സംഭവിച്ചത് യെരൂശലേമിന്റെ വിനാശത്തോടാണ്. യെരൂശലേമിന്റെ വിനാശത്തിൽ തന്നെ വലിയൊരു കൂട്ടം യഹൂദന്മാർ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നു. നമ്മുടെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഇനി യഹൂദൻ രക്ഷിക്കപ്പെടാൻ വേണ്ടി വെച്ചേക്കുന്ന അല്ല. ഇന്നും ആയിരക്കണക്കിന് രക്ഷിക്കപ്പെട്ട യഹൂദന്മാർ ലോകത്തിന്റെ 5 വൻകരകളിലുണ്ട്. അവരെ മെസ്സിയാനിക് ക്രിസ്ത്യൻസ് എന്നാണ് വിളിക്കുന്നത്, മെസ്സിയാനിക് ജൂസ് എന്നാണ് വിളിക്കുന്നത്. അമേരിക്കയിലുണ്ട്, ലോകത്തിന്റെ യൂറോപ്പിലുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രക്ഷിക്കപ്പെട്ട വലിയ സഹസ്രം യഹൂദ സമൂഹമുണ്ട്. അപ്പൊ അവരുടെ രക്ഷയ്ക്ക്, അതായത് അവരുടെ മത്സരം ലംഘനം, ജാതികളുടെ എൻറിച്ച്മെന്റിനും ജാതികളുടെ ലോകത്തിന്റെ റീകൺസിലേഷനും കാരണമായി. ദൈവം ജനത്തെ, ലോകത്തെ തന്നോട് നിരപ്പിക്കാൻ കാരണമായി. ഇനി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഈ സിസ്റ്റം മുഴുവൻ ദൈവം എന്ത് ചെയ്യുകയാണ്? അവസാനിപ്പിക്കുക. ഈ സിസ്റ്റം അവസാനിപ്പിച്ചാലേ കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടാൻ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, രാജ്യം എന്ന് പറയുന്നത് വെളിപ്പെടണമെങ്കിൽ, ജാതികളുടെ പക്കലോട്ട് അത് പോകണമെങ്കിൽ 100% നിലവിലുള്ള യഹൂദന്റെ സിസ്റ്റം പൊളിയണം. യഹൂദന്റെ സിസ്റ്റം പൊളിയാതെ ദൈവത്തിന് ഈ രാജ്യത്തെ ഭൂമി കൊണ്ടുവരാനായിട്ട് പറ്റില്ല. കാരണം എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാചകമുണ്ട്. പൗലോസ് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ്, നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ 7-ാമത്തെ വാക്യം, രണ്ടാമത്തേതിലോ മുകളിൽ വായിക്കാം. ഇങ്ങനെ അവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന്മാർ, രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലമാണ്, ആണ്ടിലേക്ക് മാത്രം ചെല്ലും. രക്തം കൂടാതെയല്ല, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം എന്ന് പറഞ്ഞാൽ യെരൂശലേമിനെ കുറിച്ചാണ്. മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം, മുൻകൂടാരം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തേതിലോ ആണ്ടിൽ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ, അതിപരിശുദ്ധ സ്ഥലം. അതിൽ ചെന്ന ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ അർപ്പിക്കുന്നു, രക്തം അർപ്പിക്കുന്നു, ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരം വരുന്നു. മുൻകൂടാരം, അതായത് ഈ അതിപരിശുദ്ധ സ്ഥലം നിൽക്കുന്നിടത്തോളം, അതായത് അന്ന് ഇത് എഴുതുന്ന സമയത്ത് മുൻകൂടാരം നിലനിൽപ്പുണ്ട്. മുൻകൂടാരം, അതായത് യെരൂശലേം എന്ന ആലയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം വീണ്ടും പാപം ചെയ്താൽ അവർക്ക് വേണ്ടി എന്തില്ല? പിന്നെ ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചാണെന്ന് വിചാരിക്കുന്നുണ്ടല്ല. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവർ വീണ്ടും പാപത്തിലേക്ക് പോയാൽ അവർക്ക് വേണ്ടി വീണ്ടും ഒരു യാഗം ശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞത്, യേശുവിനെ കളഞ്ഞിട്ട് യെരൂശലേമിലേക്ക് ചെന്നാൽ അവിടെ ഇനി ഒരു യാഗമില്ല, അവിടെ ഉള്ളത് ക്രോധാഗ്നിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രേ ഉള്ളൂ. ക്രിസ്തുവിനെ വിശ്വസിച്ച് പ്രതിസന്ധികൾ വന്നപ്പോൾ അത് കളഞ്ഞ് യെരൂശലേമിലേക്ക് അഭയം പ്രാപിച്ച് കർത്താവിനെ കളഞ്ഞിട്ട് പോയ യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ യെരൂശലേമിൽ പോയാൽ അവിടെ ഇനി നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേറെ ഒരു യാഗമില്ല, അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഭയങ്കരമായ ക്രോധാഗ്നിയാണെന്ന്. അപ്പൊ യെരൂശലേമിന്റെ നാശത്തെക്കുറിച്ചാണ്. സോ യെരൂശലേം നിലനിൽക്കുന്നു. എബ്രായ ലേഖനം എഴുതുമ്പോൾ മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല. അപ്പൊ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ തിരശ്ശീല ഇട്ട് മറച്ച് അകത്തോട്ട് മനുഷ്യരെ കടത്തിവിടാതെ ഒരു തടസ്സമുണ്ട്.
വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള വഴി ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. കാരണം മുൻകൂടാരം നിലനിൽക്കുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ, യേശുക്രിസ്തുവിലൂടെ സകല മനുഷ്യർക്കും ജീവന്റെ പുതുവഴി തുറക്കപ്പെട്ടിട്ടും ഇന്നും ജാതികൾക്കോ മറ്റെല്ലാവർക്കോ അതിൽ പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം ഒരു മുൻകൂടാരം ഇവിടെ നിലനിൽക്കുന്നു. അത് യെരൂശലേമാണ്. ആ യെരൂശലേം എന്ന മുൻകൂടാരം നീക്കം ചെയ്യാതെ, അതിന് മാറ്റം വരുത്താതെ, അതിനെ വഴിയിൽ നിന്ന് തട്ടിക്കളയാതെ അതിപരിശുദ്ധമായ ദൈവഗ്രഹത്തെ, വിശുദ്ധ മന്ദിരത്തെ തുറന്നു കൊടുക്കാനായിട്ട് പറ്റില്ല. അതെ, വിശുദ്ധ മന്ദിരത്തിലൊക്കെ വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ ഇത് സൂചിപ്പിക്കുന്നു. തൻ്റെ പുത്രന്റെ കാൽവറി മരണത്താൽ ജീവനുള്ള പുതുവഴി തുറന്നു എന്ന് ബൈബിൾ വാക്കുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുകയാണ്, മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടിട്ടില്ലെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം ദൈവം പുത്രനിലോട് ഒരുക്കിയ രക്ഷയുടെ മഹത്വം, അതിന്റെ പരിപൂർണതയിൽ വെളിപ്പെടാതെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ യെരൂശലേം ദേവാലയമാണ്. ഈ യെരൂശലേം ദേവാലയം എന്ന മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം സത്യകൂടാരത്തിന് വെളിപ്പെടുവാൻ കഴിയുന്നില്ല. ഇത് നമ്മുടെ മനസ്സിൽ നിങ്ങൾ കരുതി ചിന്തിക്കുക. നമ്മൾ ഇനിയും കൂടുതൽ വിശദീകരിച്ച് പോകാൻ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ ദാനിയേലിന്റെ പ്രവചനത്തിൽ നമുക്കറിയാം, 5ാമത്തെ സാമ്രാജ്യം, ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീക്ക്, പിന്നെ അതിനുശേഷം താഴോട്ട് വന്ന ഗ്രീക്ക് സാമ്രാജ്യം, അതിനുശേഷം ഹസ്മോനിയൻ രാജവംശം. അത് റോമാണ് ആളുകൾ പറയുന്നത്, റോമല്ല. അതായത് തല എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം, ദാനിയേലിന്റെ പ്രവചനം 2. തല ബാബിലോൺ, സ്വർണം. നെഞ്ച് എന്ന് പറയുന്നത് സിൽവറാണ്, അത് മേദ്യ പേർഷ്യ. 2 കൈകളുണ്ട്, മേദ്യയും പേർഷ്യയും. തൊട്ട് താഴോട്ടുള്ള അരക്കെട്ടും തുടയും ചേരുന്നത് താമ്രമാണ്. അത് അലക്സാണ്ടർ ചക്രവർത്തി കൊണ്ടുവന്ന യവന സാമ്രാജ്യമാണ്. അതിനുശേഷമുള്ള കാലുകൾ 2 ഇരുമ്പാണ്. ആ ഇരുമ്പിൻ്റെ ഏറ്റവും ഒടുവിൽ പാദങ്ങൾ ഈ 1, 2, 3 4ാമത്തത് ഇരുമ്പാണ്. ഇരുമ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ അടുത്ത് കാണുന്ന 10 വിരലുകൾ ചേർന്ന കാൽപാദമാണ്. ഇതാണ് ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്ന 5ാമത്തെ സാമ്രാജ്യം. ഈ ഇരുമ്പ് എന്ന് പറയുന്ന 2 കാല്, അത് ഹസ്മോനിയൻ രാജവംശമാണ്. ഹസ്മോനിയൻ രാജവംശം എന്ന് പറഞ്ഞാൽ മക്കാബിയർ സഹോദരന്മാരാലുള്ള രാജവംശമാണ്. അതിനെക്കുറിച്ച് പഠനം നമ്മൾ ബീസ്റ്റ് ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷനിലെ ബീസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. ഏറ്റവും താഴത്തെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇരുമ്പും കളിമണ്ണും ചേർന്നാണ്. ഈ ഇരുമ്പും കളിമണ്ണും ചേരുന്ന സമയത്താണ് കൈ തൊടാത്ത കല്ല് വരേണ്ടത്. കാരണം ഈ ലോകത്തിൽ യഹൂദനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇങ്ങനെയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 49:10 അവകാശമുള്ളവൻ വരുവോളം, ഷിലോഹ്, അവകാശം ഉള്ളവൻ വരുവോളം രാജത്വം യഹൂദയിൽ നിന്നും, അവകാശമുള്ളവൻ വരുവോളം രാജത്വം യഹൂദയിൽ നിന്നും രാജദണ്ഡ് അല്ലെങ്കിൽ അവകാശത്തിന്റെ ചെങ്കോൽ അവന്റെ മുഴങ്കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകില്ല. അപ്പോൾ അവകാശമുള്ളവൻ ഷിലോഹ്, മിശിക വരുമ്പോൾ ആരുടെ കയ്യിൽ നിന്നാണെന്നറിയാമോ ഈ അധികാരത്തിന്റെ ചെങ്കോല് വാങ്ങാൻ പോകുന്നത്? റോമൻ കൈസറുടെ കയ്യിൽ നിന്നല്ല, കാരണം അവകാശമുള്ളവൻ വരുവോളം, ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക, അവകാശമുള്ളവൻ വരുവോളം രാജത്വം യഹൂദയുടെ കയ്യിൽ നീങ്ങിപ്പോകത്തില്ല എന്ന വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ വരവോളം നിവർത്തിയായി. കാരണം യേശുക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ അന്ന് യഹൂദ നാടിനെ ഭരിച്ചുകൊണ്ടിരുന്നത് റോമല്ല, മറിച്ച് ഹെരോദിയൻസ് ആണ്. ഹെരോദിയൻ ഡൈനാസ്ട്രി മക്കാബിയർ സമുദായത്തിന്റെ ഹസ്മോനിയൻ രാജവംശത്തിലെ ഒരു ഡൈനാസ്ട്രിയാണ്. ആ ഡൈനാസ്ട്രി യഹൂദ ഗോത്രമാണ്. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ഹെരോദാവിനോട് ചോദിച്ചപ്പോൾ ഹെരോദാവിന്റെ അടിമുടി ഇളകിപ്പോയത്. അത് റോമായിരുന്നു. റോമിന് ഭയപ്പെടാനൊന്നുമില്ല. യഹൂദ രാജവംശത്തിൽ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഭയന്ന് വിറയ്ക്കുകയാണ്. കാരണം അധികാരം കൈവശപ്പെടുത്താൻ പോകുന്നത് ഈ റോമിന്റെ കയ്യിൽ നിന്നല്ല, അസ്മോനിയൻ രാജവംശത്തിന്റെ യഹൂദ സമുദായത്തിന്റെ അധികാരത്തിൽ നിന്നാണ്. AD 70 ഈ അധികാരം ഇവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. റോം വാസ്തവത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ.
നമ്മൾ നന്നായിട്ട് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. റോം സാമ്രാജ്യം ഇതിനകത്തിൽ ഈ 5ാമത്തെ സാമ്രാജ്യം ദൈവത്തിൻ്റെ സാമ്രാജ്യമാണ്. അതായത് സമ്മിശ്രമായ ഈ സാമ്രാജ്യത്തിൻ്റെ നടുവിലാണ് കൈ തൊടാത്ത കല്ല് വന്നത്. നിങ്ങൾ ഇനി കേൾക്കണം. നമ്മുടെ ആളുകൾ പറയുന്നത് അത് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. അത് EU ആണ്, അതായത് യുണൈറ്റഡ് കിങ്ഡം ആണ്, അതിനകത്ത് 10 രാജ്യങ്ങൾ ചേർന്നു, അതാണ് ഈ കാൽവിരലുകളും ഇരുമ്പും കളിമണ്ണും എന്നൊക്കെ. ആ സമയത്ത് അങ്ങനെ അല്ല. കാരണം അവകാശമുള്ളവൻ വരുവോളം ചെങ്കോല് യുണൈറ്റഡ് നേഷന്റെ കയ്യിൽ നിന്ന് നീങ്ങി പോകത്തില്ല. നല്ല വാക്യം കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല എന്നല്ല വാക്യം. യഹൂദിയുടെ കയ്യിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല. ഇന്ന് യഹൂദയ്ക്ക് ചെങ്കോല് പോയിട്ട് ഒരു പെൻസിൽ പോലും കയ്യിലില്ല. അവൻ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് ഭ്രാന്തന്റെ കൂട്ട് നടക്കുക. നല്ലൊരു കൂട്ടം യഹൂദന്മാരും നിരീശ്വരവാദികളാണ്, മദ്യപാനികളാണ്, ഏറ്റവും കൂടുതൽ വെറുക്കൂത്തിൽ ജീവിക്കുന്നവരാണ്. ഇവന്റെ കയ്യിൽ നിന്ന് അധികാരം വാങ്ങാനായി ഇനി യേശു വരുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിൽ യേശു വന്ന രാജ്യം സ്ഥാപിച്ചെന്ന് വിശ്വസിക്കേ. ഇനി സ്ഥാപിക്കാൻ പോവുക എന്നുള്ള ഡിങ്കൻ കഥ വിട്ടുകള, മായാവി കഥ വിട്ടുകള, ബാലരമ കഥ വിട്ടുകള. അവൻ വന്നു. ഞാൻ ഈ ചോദ്യങ്ങൾ പല ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. ഞാനിത് വെറുതെ ഒരു ദിവസം ലൈവിൽ വന്നിട്ട് എൻ്റെ വികാരം വെളിപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയല്ല, എൻ്റെ ശോഭം വെളിപ്പെടുത്താൻ നിർത്തുകയല്ല. ഈ ചോദ്യങ്ങൾ ഞാൻ ഇവിടുത്തെ പ്രീ ട്രിബിനോടും പോസ്റ്റ് ട്രിബിനോടും പല വലിയ ദേവദാസന്മാരോട് ചോദിച്ചിട്ടൊക്കെ കിടന്ന് കറങ്ങുന്നേ അല്ലാതെ കാര്യം പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പച്ചയ്ക്കങ്ങ് വിളിച്ച് പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു വന്നത്, യേശുവിൻ്റെ രാജ്യം ഈ കാലിൻ്റെ പാദത്തിലാണ് വന്ന് വീണത്. ഇതിനകത്ത് വേറൊരു രസകരമായ ട്രൂത്തുണ്ട്. ഇത് ഞാൻ വീണ്ടും വിശദീകരിക്കുന്ന ഈ വന്ന സ്ഥിതിക്ക് ഈ 7ാമത്തെ കാഹളത്തിന് ഇതൊരു ബന്ധമുള്ളതുകൊണ്ട് പറയാം. ഈ കഴുത്തിനും തലയ്ക്കും തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പുണ്ടോ? ഇല്ലല്ലോ. അതായത് ഈ സാമ്രാജ്യം തകർന്നാൽ ഉടനെ അടുത്തത് വരണ്ടേ? ഒറ്റ രാത്രി ബെൽത്ശസ്സർ ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളിൽ വീഞ്ഞു പകർന്ന് 1000 പേർക്കുള്ള വിരുന്ന് ഒരുക്കുമ്പോൾ അവൻ്റെ ചുവരിൽ ഇങ്ങനെ എഴുതി മെനെ മെനെ തെക്കൽ ഉഫർസീൻ എന്ന് പറഞ്ഞ് അവൻ്റെ ന്യായവിധിയുടെ വിരള് ആ ഭിത്തിയിൽ എഴുതി കൊടുത്തു. മേദ്യർക്കും പേർഷ്യർക്കും അവൻ്റെ രാജ്യത്തെ വിഭജിച്ചു കൊടുത്തു. ആ രാത്രിയിൽ ബെൽത്ശസ്സർ കൊല്ലപ്പെട്ടു. സാമ്രാജ്യം അവസാനിച്ചു. സാമ്രാജ്യം അവസാനിച്ചതിന് തൊട്ടടുത്ത്, ഇത് ലിസൺ ചെയ്യണം, തൊട്ടടുത്ത് മേദ്യ പേർഷ്യ സാമ്രാജ്യം തുടങ്ങി. മേദ്യ പേർഷ്യയുടെ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായവനെ കൊന്ന് അലക്സാണ്ടർ രംഗത്ത് വന്ന് പേർഷ്യൻ സാമ്രാജ്യത്തെ മുഴുവൻ തകർത്ത് അദ്ദേഹം കൃത്യമായിട്ട് യവന സാമ്രാജ്യം ആരംഭിച്ചു, 3ാമത്തെ സാമ്രാജ്യം. ഈ 3ാമത്തെ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ ആളായിരുന്ന എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവിനെ, അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ 4 കമാൻഡേഴ്സിന് അല്ലെങ്കിൽ 4 ക്യാപ്റ്റൻസിന് രാജ്യം വിഭജിക്കപ്പെട്ടു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എപ്പിഫാനസ് ആണ്. അദ്ദേഹം യെരുശലേമുമായിട്ടുള്ള ആ ഏരിയയിൽ ഭരണം നടത്തിയ അദ്ദേഹം ആ ദൈവാലയത്തിനകത്ത് ഒന്ന് പന്നിയെ ചോരയൊക്കെ അർപ്പിച്ചത്. ആ ആളിനെ കൊന്നത് മക്കാബിയർ സഹോദരന്മാരാണ്, റോമല്ല. യവന സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ചത്, യെരുശലേമിൻ്റെ നാട്ടിൽ അന്ത്യം കുറിച്ചത് ഈ കാണുന്ന മക്കാബിയറാണ്, അസ്മോനിയൻ രാജവംശമാണ്. അപ്പം ഈ ഒരു സാമ്രാജ്യത്തിനും അടുത്ത സാമ്രാജ്യത്തിനും ഗ്യാപ്പില്ല. കാരണം BC 162 എപ്പിഫാനോസ് കൊല്ലപ്പെടുന്നതിൻ്റെ അന്ന് യവന സാമ്രാജ്യം സ്റ്റോപ്പായി. അന്ന് മുതൽ നിലവിൽ വന്ന സാമ്രാജ്യം ഹസ്മോനിയൻ രാജവംശമാണ്. അതാണ് ആ രാജവംശത്തിലാണ് ഹെറോദാവിൻ്റെ ഡൈനാസ്ട്രി. സോ ആ രാജവംശമാണ് യേശുവിൻ്റെ കാലത്ത് ഭരിച്ചിരുന്നത്. ആ രാജവംശത്തിൻ്റെ ഒടുവിലാണ് നമ്മൾ അഗ്രിപ്പാവിനെ കാണുന്നത്. അപ്പൊ പൗലോസ് സംസാരിക്കുന്ന അഗ്രിപ്പാവ് റോമിൻ്റെ ആളല്ല, അദ്ദേഹം യഹൂദനാണ്. മനസ്സിലായവർക്കായി സ്തോത്രം. ഹിസ്റ്ററി ചിലർക്ക് ഭയങ്കര ബോറടിക്കും, പക്ഷേ ഇത് ചിലത് തെളിയിക്കാൻ നമുക്ക് ഹിസ്റ്ററിയുടെ ആവശ്യമുണ്ട്. അപ്പം ഇവരുടെ ഭരണം ഒരു കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും സമ്മിശ്രമായി ഒരു 10 പേരുടെ, ഞാൻ അടുത്ത നമ്മുടെ ബീസ്റ്റ് ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ പറയുമ്പോൾ പറയാം, 10 പേര് ചേരുന്ന ഒരു ഗ്രൂപ്പാണ്. അവരുടെ കാലത്താണ് കൈ തൊടാത്ത കല്ല് വരുന്നത്. കർത്താവായ യേശുവിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുക. യേശു വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ അറൈവ്ഡ് ആണ്, കിങ്ഡം അറൈവ്ഡ്, ബട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി. കല്ലിടുക എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നല്ലേ.
നമ്മൾ വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ സ്ഥലം നിരപ്പാക്കും, കാര്യങ്ങളെല്ലാം ബ്ലൂ പ്രിൻ്റ് എടുക്കും, എല്ലാം ചെയ്താലും അവർ ആരംഭിക്കുന്ന എപ്പോഴാണ്? കല്ല് വരുമ്പോൾ. ആ കല്ല് ലാസ്റ്റ് ആദ്യത്തെ കല്ല്, ആ കല്ല്, അതായത് വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകും. എടുത്ത് ദൂരേക്ക് എറിഞ്ഞ കല്ലില്ലേ, ആ കല്ല് മൂലക്കല്ലായി മാറും. ആ കല്ലാണ് യേശുക്രിസ്തു. അപ്പൊ യഹൂദനെടുത്ത് ദൂരേക്ക് എറിഞ്ഞ കല്ല്, ദൈവാലയത്തിലേക്ക് എടുത്ത് ദൂരേക്ക് എടുത്ത കല്ല് ദൈവരാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ലായി. AD 70 ഈ കല്ല് നേരെ വരിക. ആ കല്ല് വന്ന് ഈ സാമ്രാജ്യങ്ങളെ ഉടച്ചു കളഞ്ഞിട്ട് AD 70 യഹൂദന്റെ നാശം മുഴുവൻ സാമ്രാജ്യത്തിനും അവസാനം വരുത്തി. നമ്മൾ അങ്ങനെയല്ലേ ഈ കാഹളധ്വനിയോടുള്ള ബന്ധത്തിൽ കാണുന്നത്? നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അപ്പൊ 5ാമത്തെ സാമ്രാജ്യത്തിലേക്കാണ് ഈ കല്ല് വന്നിടിച്ചു കയറിയത്. ഇതിനെ മുഴുവൻ താവിട് പൊടിയാക്കി. അതിനുശേഷം ഒരു സാമ്രാജ്യത്തിനും ഇവിടെ മുന്നോട്ട് വരാൻ പറ്റിയിട്ടില്ല. എല്ലാ രാജ്യങ്ങളും സ്പ്ലിറ്റഡായി. ഇന്ന് സാമ്രാജ്യങ്ങളില്ല. വന്ന സാമ്രാജ്യങ്ങളെല്ലാം പൊരുതയില്ല. യേശുവിന്റെ സാമ്രാജ്യമാണ് ഇന്ന് ലോകത്ത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ത്യ ഭരിക്കുന്നത് ആരായിക്കോട്ടെ, അമേരിക്ക ഭരിക്കുന്ന ആരായിക്കോട്ടെ, അറബ് നാടുകൾ ഭരിക്കുന്ന ആരായിക്കോട്ടെ, പക്ഷെ ഒരു ക്രിസ്ത്യാനി, യേശുവിന്റെ വിശ്വാസി, സഭ വിശ്വസിക്കേണ്ടത് നിന്റെ രാജത്വത്തിന്റെ മീതെ വേറൊരു രാജത്വമുണ്ട്. നിന്റെ സിംഹാസനത്തിന് മീതെ വേറൊരു സിംഹാസനമുണ്ട്. ഇതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞല്ലോ 24 മൂപ്പന്മാർ. ഈ 24 മൂപ്പന്മാർ പഴയ നിയമത്തിലെ 12 അഭിഷിക്തന്മാരും പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരും അല്ല. 24 മൂപ്പന്മാരെ ഐറിഷ് കാദേശ് എന്ന് വിളിക്കുന്നത്. ഞാനത് യഹൂദന്മാരുടെ ഒരു പഠനത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഈ മൂപ്പന്മാര് ദൂതസഞ്ചയമാണ്. ഇത് ഒരു ഗവേണിംഗ് അസംബ്ലിയാണ്. 24 മൂപ്പന്മാർ ഒരു ഗവേണിംഗ് അസംബ്ലിയാണ്. ഭൂമിയിലെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നവർ, അതായത് ഇവിടുത്തെ രാജത്വത്തിന്റെ കൺട്രോൾ നടത്തുന്ന സ്വർഗത്തിന്റെ സെൻഹദ്രീനാണ് 24 മൂപ്പന്മാർ. ഈ 24 മൂപ്പന്മാർ ഇവിടെ വീണ് നമസ്കരിക്കുന്നുണ്ട്. കാരണം രാജത്വം ക്രിസ്തുവിന് വന്നു. നിലവിലുള്ള സാമ്രാജ്യത്തെ പൊളിച്ചു. യെരൂശലേം പൊളിച്ചതിൻ്റെ അന്ന് കർത്താവിന്റെ രാജ്യമായി. അന്നാണ് ക്രിസ്തുവിന്റെ സഭ ക്രിസ്തുവിന്റെ അടുക്കലേക്കുള്ള സമാഗമനം സംഭവിച്ചത്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന് 1-ാം വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും അവന്റെ പ്രത്യക്ഷതയും സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് അറിയിച്ചു. സമാഗമനം എന്ന് പറയുമ്പോൾ നമ്മുടെ ധാരണ നമ്മളെ എല്ലാം കൂടെ റാപ്ചർ ചെയ്ത് മധ്യാകാശത്ത് കൊണ്ടുപോകുന്നതല്ല. യേശു ക്രിസ്തുവിന്റെ സഭ യേശുക്രിസ്തുവിൻ്റെതായി മാറിയത്, അത് യേശുവിൻ്റെതായി മാറിയത് AD 70. നമ്മളൊരു ഉദാഹരണം, ആരും തെറ്റിദ്ധരിക്കരുത്, എളുപ്പമായതുകൊണ്ട് പറയാം. ഒരു ഫിലിമിനകത്ത് ശോഭന പറയുന്നൊരു വാക്കുണ്ട്. ഏതൊരു ഫിലിമാണെന്ന് തോന്നുന്നു. ആ ഫിലിമിനകത്ത് പറഞ്ഞു എല്ലാ കോറസും കഴിഞ്ഞ അവള് പിന്നെ ഭ്രാന്തൊക്കെ കയറി, ഒത്തിരി ഭ്രാന്തൊക്കെ കയറി ഒടുവിൽ പറയുന്നുണ്ട്, ഇനി ഞാൻ എൻ്റെ നകുലേട്ടൻ്റെ മാത്രമാണ്. ഈ ആത്മാവുള്ളവരാരും എന്നെ വഴക്ക് പറയില്ല. നകുലേട്ടൻ്റെ മാത്രമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവർ കറങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് വരെ നകുലേട്ടൻ്റെ അല്ലായിരുന്നു. പറഞ്ഞില്ലേ, AD 30 മുതൽ പെന്തിക്കോസ് നാളിൽ യെരൂശലേം ദേവാലയത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന് സഭ സ്ഥാപിച്ച മുതൽ കർത്താവിന്റെ വകയാണ്. പക്ഷെ എന്നാ പറ്റുമെന്നറിയാമോ? ഈ അന്നത്തെ ആ പ്രേതാലയത്തിൽ താമസിച്ച പോലെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഈ പ്രേതാലയത്തിന് ചുറ്റുമായിരുന്നു. ഈ ദൈവമില്ലാത്ത മഹത്വം നഷ്ടപ്പെട്ടു പോയ യെരൂശലേമിനെ ചുറ്റിപ്പറ്റി അവരുടെ സിസ്റ്റത്തിന് അടിമകളായിട്ടായിരുന്നു യെരൂശലേമിലെ വിശ്വാസികളല്ല, ക്രിസ്തീയ വിശ്വാസികളല്ല. അവർ യേശുവിന്റെ വകയായിരുന്നില്ല. യേശുവിന്റെ വകയായിട്ട് അവർ വേർതിരിക്കപ്പെട്ടിരുന്നില്ല. യേശുവിന്റെ സഭയായിട്ട് അത് മാറിയിരുന്നില്ല. അതിനെ യഹൂദന്മാരുടെ ഗ്രൂപ്പായിട്ട് ശബത്ത് നാളിൽ കൂടി വരിക പതിവായിരുന്നു. അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് ശാബത്തുകാരെന്ന് പറഞ്ഞ ഒരു ദുരുപദേശ ഗ്രൂപ്പ് ഭൂമിയിൽ ഇങ്ങനെ ഉരുവായി വന്നു. ശാബത്തുകാർ. കാരണം വെളിപ്പാട് അപ്പോസ്തലപ്രവൃത്തിയിൽ പലയിടത്തും ശബത്ത് നാളിൽ കൂടി വരിക പതിവായിട്ടുണ്ടെന്ന്. ഇനി ഞാൻ എൻ്റെ നഗലേറ്റൻ്റെ സ്വന്തം അങ്ങനെ. അപ്പം യേശുക്രിസ്തുവിന്റെ സഭ യേശുക്രിസ്തുവിൻ്റെതായി മാറിയത്
AD 70-ലാണ്. കാരണം യെരൂശലേം എന്ന മുൻകൂടാരം നീങ്ങിപ്പോഴേക്കും തൻ്റെ മക്കൾക്ക് ധൈര്യത്തോടെ വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായി. ഏതൊരു മനുഷ്യനും തക്ക സമയത്ത് കൃപ പ്രാപിപ്പാൻ, സഹായം ലഭിപ്പാൻ, ദൈവത്തിങ്കിലേക്ക് ഓടി വരാനുള്ള വഴി തുറക്കപ്പെട്ടു. അതിന് തടസ്സമായി നിന്ന യഹൂദ സിസ്റ്റത്തെ പൊളിച്ചു കളഞ്ഞു. നിങ്ങൾക്കറിയാലോ, ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെ എല്ലാം കൂടുതലും കൊന്നത് യഹൂദന്മാരാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചത് യഹൂദന്മാരാണ്. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ അവസാനിപ്പിച്ചത് യഹൂദന്മാർ മാത്രമാണ്. അപ്പൊ ഈ യഹൂദന്മാരായിരുന്നു സുവിശേഷത്തിന്റെ എതിരാളികൾ. ഇവർ കാരണമായിരുന്നു ദൈവരാജ്യത്തിന്റെ എതിരാളികൾ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് കേട്ടിട്ടില്ലേ, സുവിശേഷത്തെ വിശ്വസിക്കാത്തവർക്ക് ന്യായവിധിയും സുവിശേഷം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് സന്തോഷവും ഉണ്ടാകും എന്നൊക്കെ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയാനുള്ള കാരണം, സുവിശേഷത്തിന്റെ വിരോധികൾ അന്നത്തെ മുജാഹിദീനോ ISSO RSSO ഒന്നും അല്ലായിരുന്നു. പിന്നെ എന്തുമായിരുന്നു? യഹൂദനായിരുന്നു. അവനായിരുന്നു സുവിശേഷത്തിന്റെ വിരോധി. അവനായിരുന്നു യെരൂശലേമിൽ യഹൂദന്റെയും ദൈവരാജ്യത്തിന്റെയും എതിരാളി. അവനെ അവസാനിപ്പിച്ചു. അവസാനത്തെ കാഹളധ്വനിയോടുകൂടെ യെരൂശലേമിന്റെ വീഴ്ച സംഭവിക്കുമ്പോൾ, അവൻ നശിക്കുമ്പോൾ, അവന്റെ അടിത്തറ ഇളകുമ്പോൾ, കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇതെന്നേക്കുമായി നശിക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടുകയായിരുന്നു എന്ന കാര്യം മറക്കരുത്. എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി. ഇനി അടുത്തത്, ഇതിന് അന്ത്യമില്ല. ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പല ആളുകളും ഇതുപോലെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും വന്ന് എന്നോട് ചോദിക്കും, ഇപ്പം നമ്മുടെ അവസാനം എന്താണ്? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കിനി അവസാനം ഇല്ല. അവൻ്റെ രാജ്യത്വത്തിന് അന്ത്യമില്ല. അവൻ്റെ രാജ്യം അവസാനിക്കില്ല. ഇനി ഒരു ആൻറ്റി ക്രൈസ്റ്റും ഒരു അന്തി ക്രിസ്തുവും ഒരു അണ്ണന്മാർക്കും ഈ രാജ്യത്തിൽ പ്രവേശനമില്ല. ആ രാജ്യം അവസാനിക്കത്തില്ല. ഇതിന് പ്രോഗ്രഷൻ ഉണ്ടാകത്തേ ഉള്ളൂ. ദൈവത്തിന്റെ അനാദി പദ്ധതികൾ ഈ രാജ്യത്തിൽ നിവർത്തിയാകത്തേ ഉള്ളൂ. ഇതിന് അവസാനമില്ല. ഇനി ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുക എന്നത് ദൈവത്തിന്റെ കാര്യപരിപാടിയല്ല. അവൻ എന്നേക്കുമായി സകലത്തിനും പൂർണ്ണത വരുത്തി തൻ മഹിമയുടെ വലതുഭാഗത്താണ്. കാര്യങ്ങൾക്ക് അവൻ അന്ത്യം കുറിച്ചിരിക്കുന്നു. അപ്പം ജൂഡായിസവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള ഈ ഒരു അവിഹിതമായ റിലേഷൻഷിപ്പ് അവർക്ക് പറ്റുന്നില്ലെങ്കിലും പൊതുലോകത്ത് ഇവർ സിനഗോഗിൽ പോകുന്നു, ശബത്തിന് പോകുന്നു, പള്ളി പോകുന്നു. ഇവർ ദൈവസഭയാണ്. പക്ഷെ ഇന്നും ആയിരിക്കുന്ന ഇവിടെയാണ്. ഈ മേഖലകളിൽ തെസ്സലോനിക്കർ 4:16 എങ്ങനെ നിശ്ചയമായിട്ട് വ്യാഖ്യാനിക്കാൻ നോ പ്രോബ്ലം, അതൊന്നും വിഷയമല്ല. 1 തെസ്സലോനിക്കർ 4:16 ഒരിക്കലും യേശുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രഖ്യാപനമല്ല അതിന്റെ ബേസ്. ഒരുപാട് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നുണ്ട്. ഒത്തിരി ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു. നിദ്ര കൊണ്ടവരെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് എന്നൊരു വാക്യമുണ്ട്. അവിടെ മരിച്ചു പോയവർക്ക് കൊടുക്കുന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് 1 തെസ്സലോനിക്കർ 4:16. അവിടെ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിറങ്ങി വരും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ കോട്ടപ്പ് എന്നൊരു വാക്കുണ്ട്. അത് ട്രാൻസ് ആണ്. അത് വാസ്തവത്തിൽ യേശുവിന്റെ മടങ്ങി വരവിൽ നമ്മൾ മേഘത്തിൽ പോകുന്ന കഥയല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ എൻഡ് എന്ന് പറഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡിന്റെ പരിസമാപ്തി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെർഫെക്ഷൻ. ഇതിന്റെ പെർഫെക്ഷനിൽ ബൈബിൾ പറയുന്നു ഇമ്മോർട്ടാലിറ്റി, ദ ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ജീസസ് പറഞ്ഞു, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. വിശ്വസിച്ചവൻ മരിച്ചാലും വീണ്ടും ജീവിക്കും. മരിച്ചവരുടെ പുനരുത്ഥാനവും ഈ ജീവനോടിരിക്കുന്നവർ മരിക്കാതിരിക്കുന്നവരുടെ രൂപാന്തരവും ഇത് എൻഡിൽ സംഭവിക്കേണ്ടതാണ്. എൻഡിൽ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം അത് അവിടെ കൊണ്ടും തീരുന്നില്ല. പിന്നെ ദൈവരാജ്യത്തിന്റെ ഹയർ ഡയമെൻഷനിലേക്ക് പോകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദ ഇമ്മോർട്ടാലിറ്റിയിലേക്കുള്ള ഒരു യാത്രയാണത്. മരിച്ചവരുടെ പുനരുത്ഥാനമാണ് തെസ്സലോനിക്ക ലേഖനത്തിലെ വ്യാഖ്യാനം. ആ ഭാഗം നമുക്ക് വേറൊരു അവസരത്തിൽ വിശദീകരിച്ചോളാം. ഇനി ക്രിസ്ത്യാനിറ്റിയും ജുഡായിസവും തമ്മിലുള്ള ബന്ധം അവസാനിച്ചിട്ട് ക്രിസ്തുവിന്റെ സഭ ലോകവ്യാപകമായിട്ട് മാറ്റപ്പെട്ടത് AD 70 ശേഷം. അതുവരെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് ശ്രദ്ധിക്കണം. അതുവരെ അപ്പോസ്തലന്മാരുടെ സകല പ്രസംഗവും യഹൂദന്മാരോടും മാത്രമായിരുന്നു. നിങ്ങൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം വായിച്ചിട്ടുണ്ടോ? അതിൽ പൗലോസ് പറയുന്നൊരു വാചകമുണ്ട്, സകല ലോകത്തിലും സുവിശേഷം പ്രസംഗിച്ചിരിക്കുന്നു പൗലോസ് എന്ന ഞാൻ.
എന്ന് പറഞ്ഞാൽ പൗലോസ് സകല ഭൂലോകമൊക്കെയും സുവിശേഷം പ്രസംഗിച്ചു. അപ്പൊ ചോദ്യം, ഭൂലോകമൊക്കെയും പൗലോസ് സുവിശേഷം പ്രസംഗിച്ചെങ്കിൽ ഇന്ത്യയിൽ വന്നോ? ആഫ്രിക്കയിൽ പോയോ? അമേരിക്കയിൽ പോയോ? ഓസ്ട്രേലിയ വന്നോ? ഭൂലോകം അവിടേക്ക് ഉണ്ടല്ലോ. പക്ഷെ എന്താ അതിൻ്റെ അർത്ഥം? യഹൂദൻ ഉള്ള സകല ടെറിട്ടറിയിലും, അതതിൻ്റെ അർത്ഥം. യഹൂദനുള്ള സകല സ്ഥലങ്ങളിലും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ സകല യഹൂദന്റെ ചെവിയിലും രാജ്യത്തിൻ്റെ സുവിശേഷ പ്രസംഗം കേട്ടു. അപ്പോൾ അവസാനം വന്നു. അപ്പോൾ യഹൂദന്റെ കാലം അവസാനിച്ചു. ഇടയ്ക്ക് വെച്ച് അവരെ കൊന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ ആദ്യത്തെ 40 വർഷം കൊണ്ട് ലോകത്തിന്റെ സകല ഇടങ്ങളിൽ ദൈവം അയച്ചു. എന്തിനേറെ, കേരളത്തിൽ കുടിയേറിയ, കേരളത്തിൽ വന്ന യഹൂദനോട് പ്രസംഗിക്കാനും യെരൂശലേമിൽ നിന്ന് ആൾ വന്നു. എന്ന് പറഞ്ഞാൽ സുവിശേഷം കേൾക്കാത്ത ഒരു യഹൂദനുമില്ല. ഭൂലോകമൊക്കെയും സുവിശേഷം കേട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് ജാതികളോട്, അതായത് രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും. ആ സകല ജാതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യഹൂദ മതാനുസാരികൾ. സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. എന്തിന്റെ സാക്ഷ്യമായി? അപ്പോൾ അവസാനം വരും. ഈസ് ടോക്കിംഗ് അബൌട്ട് ദ എൻഡ് ഓഫ് ജൂയിഷ് എറ. സകല യഹൂദനും 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഭൂലോകമൊക്കെയും ഈ സുവിശേഷം കേട്ടു എന്ന് ബൈബിൾ പറയുന്നു. ഭൂലോകമൊക്കെയും സുവിശേഷം അറിയിച്ചിരുന്നു. എന്നിട്ട് ആ സിസ്റ്റത്തെ അവസാനിപ്പിച്ചു, യെരൂശലേമിനെ അവസാനിപ്പിച്ചു. എന്നിട്ട് ദൈവപുത്രൻ തൻ്റെ സഭയുമായി ലോകരാജ്യങ്ങളിൽ വാഴ്ച ആരംഭിച്ചു. ഇന്ത്യയിൽ ഭരിക്കുന്നത് BJP ആണെങ്കിലും ഇന്ത്യയുടെ കൺട്രോൾ എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്. പക്ഷെ സഭ ഇത് അറിയാതെ ഉറങ്ങാണ്. സഭ ഇന്ന് ഭയന്നിരിക്കുകയാണ്. സഭയുടെ ലക്ഷ്യം തെറ്റിപ്പോയി. ഈ പ്രപഞ്ചത്തിൽ ആര് ഭരിച്ചാലും കർത്തൃത്വം എൻ്റെ യേശുവിൻ്റെ കയ്യിലാണ്. അവൻ രാജാക്കന്മാരുടെ രാജാവായി ദേവന്മാരുടെ ദൈവമായി വാഴുകയാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയാൻ പോവാം. ഈ 7ാമത്തെ കാഹളം എന്ന് പറഞ്ഞ ഫൈനൽ അല്ലെങ്കിൽ അവസാനത്തെ കാഹളം എന്ന് പറയുന്നത്, 7th ട്രംപറ്റ് എന്ന് പറയുന്നത്, യഹൂദന്റെ കലണ്ടർ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ജൂയിഷ് കലണ്ടർ, ഇസ് ഹാപ്പൻ ഓൺ തിഷ്രി ഡേറ്റ് 1. അതായത് തിഷ്രി മാസത്തിന്റെ 1ാമത്തെ ദിവസമാണ് ഫസ്റ്റ് ഡേ ഓഫ് ദ 7th മന്ത് ഓഫ് ലിറ്റർജിക്കൽ ഇയർ ഓർ ദ ഫസ്റ്റ് മന്ത് ഓഫ് ദ സിവിൽ ഇയർ. യഹൂദന്റെ സിവിൽ ഇയറിന്റെ മാസത്തിന്റെ ആദ്യത്തെ ദിവസം ഈ കാഹളധ്വനി, ആ ദിവസത്തിലാണ് റോഷ് ഹഷന, കാഹളധ്വനിയുടെ പെരുന്നാൾ. കാഹളധ്വനി പെരുന്നാൾ. ഈ കാഹളധ്വനി പെരുന്നാൾ തിഷ്രി മാസത്തിന്റെ 1ാമത്തെ ദിവസം, അതായത് 7ാം മാസത്തിന്റെ, ലിറ്റർജിക്കൽ കലണ്ടറിലെ 7ാം മാസം, സിവിൽ കലണ്ടറിലെ 1ാം മാസം. ഇതിനെക്കുറിച്ച് ഏണസ്റ്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ജൂയിഷ് സ്കോളർ, അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ കുറച്ച് കൊട്ടേഷൻ വയ്ക്കാം. ബിഫോർ ദ പീരീഡ് ഓഫ് എക്സോഡസ് ഇൻ ദ ടൈം ഓഫ് മോസസ്, എക്സോഡസിന് പുറപ്പാടിന് മുമ്പ്, ദിസ് വാസ് ദ ഡേ വിച്ച് അപ്പാരന്റ്ലി ബിഗൻ ദ ബിബ്ലിക്കൽ ഇയർ. മോശയുടെ കാലത്തിന് മുമ്പ്, അത് എക്സോഡസിന് മുമ്പും ബിബ്ലിക്കൽ ഇയർ ആരംഭിച്ചിരുന്നത് ഈ റോഷ് ഹഷന എന്ന് പറയുന്ന കാഹളധ്വനി പെരുന്നാളിന്റെ ആ ദിവസമായിരുന്നു വർഷം ആരംഭിച്ചിരുന്നു. അടുത്തത്, ഇത് ഞാൻ പഠിപ്പിക്കുന്നതല്ല കേട്ടോ, ഇത് യഹൂദന്റെ പഠിപ്പീരാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലുക്ക് ലൈക്ക് ദിസ് വാസ് ദ ഡേ വെൻ മെനി പീപ്പിൾ വെയർ അഡ്വാൻസ്ഡ് ഓൺ ഇയർ ഓഫ് ലൈഫ്. ഈ എന്നിട്ട് താഴെ, നോ മാറ്റർ വാട്ട് മന്ത് ഓഫ് ദ ഇയർ ദേ വെർ ആക്ച്വലി ബോൺ. അതായത് ഒരു യഹൂദൻ ഒരു വർഷത്തിൽ ഏത് ദിവസം ജനിച്ചാലും അവൻ്റെ ബർത്ത്ഡേ ആയി, അവൻ്റെ ജന്മദിവസമായിട്ട് അവൻ കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു ദിവസത്തെ ആയിരുന്നു. അപ്പം ഞാനിപ്പം ജനിച്ചത് ഫെബ്രുവരി 25 ആണ്. ഞാനൊരു യഹൂദനാണെങ്കിൽ ഫെബ്രുവരി 25 പകരം ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്
റോഷ് ഹഷനായുടെ ഡേ തിഷ്രിയിൽ 1-ാം ദിവസമാണ്. അതായിരുന്നു യഹൂദന്റെ രീതി. അടുത്തത് ദ പാട്രിയക് നോഹ ബിക്കെയിം, നോഹയ്ക്ക് 601 വയസ്സായത് ദ ഫസ്റ്റ് മന്ത് ആൻഡ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത്. അതായത് നോഹയ്ക്ക് 601-ാമത്തെ വയസ്സ് പൂർത്തിയായപ്പോൾ ആ ഡേറ്റ് പറയുന്നത് തിഷ്രി മാസം 1-ാം തീയതി. ഞാൻ 7-ാമത്തെ കാഹളധ്വനിയുടെ ഡേയെ കുറിച്ച് പറയും. തിഷ്രി മാസം 1-ാം തീയതിയാണ് നോഹ ജനിച്ചതെന്ന്. അപ്പം നോഹയുടെ ജന്മനാൾ അതാണെന്നാണ് വ്യക്തമാക്കുന്നത്. ജെനസിസ് ചാപ്റ്റർ 8 വേഴ്സ് 13. That was the very day when Noah removed the covering of the ark. ആ ദിവസമാണ്, അദ്ദേഹത്തിന് 601-ാമത്തെ വയസ്സായ ആ ദിവസമാണ് പെട്ടകത്തിന്റെ മൂടി താൻ മാറ്റിയത്. ശ്രദ്ധിക്കണം, ആ ഡേയുടെ പ്രത്യേകത മഹാകാകള ധ്വനിയുടെ പെരുന്നാളാണ്. ദിസ് ഈസ് എ ജൂയിഷ് സ്റ്റഡിയാണ് കേട്ടോ, ഇത് മനസ്സിലാക്കുക. അദ്ദേഹം പെട്ടകത്തിന്റെ മൂടി മാറ്റി താൻ ഉണങ്ങിയ നിലം കണ്ടു എന്ന് നമ്മൾ ജെനസിസ് ചാപ്റ്റർ 8 വേഴ്സ് 13 കാണുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ അത് നോഹയുടെ ബർത്ത്ഡേ മാത്രമായിരുന്നില്ല, മറിച്ച് ഭൂമിയുടെ ഒരു പുതുഭൂമിയുടെ ആരംഭമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഡേറ്റ് പ്രത്യേകത മഹാകാകള ധ്വനി പെരുന്നാൾ. ഈ കാഹളം, അതായത് 7-ാം കാഹളം മുഴങ്ങുമ്പോഴല്ലേ രാജത്വം ക്രിസ്തുവിനും അവന്റെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നത്. രാജത്വം, ആ രാജത്വം വന്നെന്നാ നിലവിലുള്ള കൂടാരം അവസാനിച്ച്, ആ നിലവിലുള്ള ഓൾഡ് സിസ്റ്റം പൊളിഞ്ഞിട്ടല്ലേ ന്യൂ സിസ്റ്റം ആരംഭിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ കാഹളം, 7-ാം കാഹളം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഈ 7-ാം കാഹളം ഊതുന്നത്, ഫൈനൽ കാഹളം ഊതുന്ന മഹാകാകള ധ്വനി പെരുന്നാളിലാണ്. മഹാകാകള ധ്വനി പെരുന്നാൾ നടക്കുന്നത് തിഷ്രി മാസം 1-ാം തീയതിയാണ്. അതിന്റെ പഴയ നിയമത്തിലെ ചിത്രത്തിൽ നോഹയുടെ 601-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ മാസത്തിന്റെ 1-ാം തീയതിയിൽ, അതായത് യഹൂദന്റെ സിവിൽ കലണ്ടറിൽ തിഷ്രി മാസം 1-ാം തീയതി പെട്ടകത്തിന്റെ മൂടി മാറ്റുമ്പോൾ നോഹ എൻ്റർ ആയത് ഒരു പുതുവാന ഭൂമിയിലേക്കാണ്. അപ്പം യെരുശലേം എന്ന് പറയുന്ന പഴയ ഭൂമിയും പഴയ സ്വർഗവും നീങ്ങിപ്പോയാൽ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, ഇളക്കമുള്ളതും നീങ്ങിപ്പോകേണ്ടതിന്റെ ആവശ്യം. കാരണം എന്നേക്കും നിലനിൽക്കേണ്ടത് സ്ഥാപിക്കപ്പെടുവാൻ ഇളകുന്നത് നീങ്ങിപ്പോകണം. അപ്പൊ പഴയ ആകാശവും പഴയ ഭൂമിയും നീങ്ങിപ്പോയി. ആ പഴയ ആകാശവും പഴയ ഭൂമിയും നീങ്ങിപ്പോയി അവസാനത്തെ കാഹളത്തിൽ. അതുകൊണ്ടാണ് പുതിയ ആ അന്ത്യകാഹളത്തിൽ, അവസാന കാഹളം, അതായത് ഈ 7th ട്രംപറ്റ് മുഴങ്ങുമ്പോൾ പിന്നെ കാണുന്നത് രാജത്വം ക്രിസ്തുവിന്റെ വകയാണെന്നാ. അപ്പം അത് പുതുവാന പുതുഭൂമിയാണ്. പുതുവാന പുതുഭൂമി എന്ന് പറഞ്ഞാൽ പുത്തൻ യെരൂശലേമാണ്. പുത്തൻ യെരൂശലേം എന്ന് പറഞ്ഞാൽ സഭയാണ്. ഇത് സംഭവിച്ചത് തിഷ്രി മാസം 1-ാം തീയതിയാണ്. നോഹയുടെ കാലത്ത് തിഷ്രി മാസം 1-ാം തീയതി ആ കൂടാരപ്പെരുന്നാൾ അല്ലെങ്കിൽ മഹാകാകളധ്വനി പെരുന്നാളിന്റെ അന്ന്, ആ ഡേയിൽ കൂടാരത്തിന്റെ മൂടി മാറ്റി, അല്ലെങ്കിൽ ആ പെട്ടകത്തിന്റെ മുകൾ ഭാഗം മാറ്റി താൻ പുതുവാന ഭൂമിയിലേക്ക് എൻ്ററാകുന്നത് പോലെ ഈ അവസാനത്തെ കാഹളധ്വനിയുടെ ശേഷം യെരൂശലേം എന്ന പുതുവാന ഭൂമി, പഴയ ആകാശവും പഴയ ഭൂമിയും നീക്കം വന്ന് ക്രിസ്തുവും അവന്റെ സഭയും ഫലം കൊടുക്കുന്ന ജാതികൾക്ക് രാജ്യം കൈമാറി ഒരു പുതു സൃഷ്ടിയിലേക്ക്, പുതു രാജ്യത്തിലേക്ക്, പുതുഭൂമിയിലേക്ക്, പുതിയ സ്വർഗത്തിലേക്ക് സഭ കാലെടുത്തു വെച്ചു. ഇതൊക്കെ അക്ഷരികമായിട്ട് പുതുവാന പുതുഭൂമി എന്നുള്ള ചിന്തയല്ല. ഈസ് ടോക്കിംഗ് അബൌട്ട് ദ സ്പിരിച്വലി പുതുവാന പുതുഭൂമി എന്നാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അക്ഷരികമായ ആകാശവും ഭൂമിയും പോകുമെന്നല്ല. അക്ഷരികമായ ആകാശം, മറിച്ച് യെരൂശലേം എന്ന ദൈവാലയവും അവന്റെ ഭൂമിയും അവന്റെ സിസ്റ്റവും നീങ്ങിപ്പോകുവോളം ന്യായപ്രമാണത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നീങ്ങിപ്പോകുന്ന കാൽവറി യേശു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ടും നിയമം അവിടെ ഉണ്ട്. ആ നിയമം എന്നേക്കുമായിട്ട് നീങ്ങിപ്പോയത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ ഉണ്ടെങ്കിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയപ്പോഴാണ് ന്യായപ്രമാണവും നീങ്ങിപ്പോയത്. ന്യായപ്രമാണം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവരാജ്യമേ ഉള്ളൂ. അപ്പൊ കിങ്ഡത്തെ
ദൈവം റീപ്ലേസ് ചെയ്തത്, ലോയെ ദൈവം റീപ്ലേസ് ചെയ്തത് ദൈവത്തിന്റെ രാജ്യമായിട്ടാണ്. മനസ്സിലായവർക്കായി സ്തോത്രം. ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഒരു മണിക്കൂറിൽ എങ്ങനെ എല്ലാം കൂടെ വിശദീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാനും പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് യഹൂദന്മാർ പഠിപ്പിക്കുന്നത്. ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 1 to 5 അവർ പറയുന്നത് ദൈവം ഭൂമിയെ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ ആ ഭൂമി ആരംഭിച്ചത് തൃശ്രീ മാസം 1-ാം തീയതിയാണെന്ന്. പുതിയ ഭൂമി. അപ്പൊ നോക്കണം, ഈ അവസാനത്തെ കാഹളം, ഈ കാഹളം ഊതുന്ന ദിവസം തിശ്രീ 1-ാം മാസ ദിവസം, അതാണ് ഫൈനൽ ട്രംപറ്റ്. ആ ട്രംപറ്റ് ഊതുമ്പോൾ അടുത്തത് കാണേണ്ട പുതുഭൂമിയാണ്. ഇത് സംഭവിച്ചു എന്ന് യെരൂശലേം എന്ന പഴയ ആകാശവും പഴയ ഭൂമിയും നീങ്ങിപ്പോയി. യേശുവിന്റെ സഭ എന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെട്ടെങ്കിലേ ക്രിസ്തുവിന്റെ സഭ ഭൂമി മുഴുവൻ. നിങ്ങൾ ഇന്ന് നോക്കിയേ, യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിന്റെ സാക്ഷികളില്ലാത്ത ഭൂമിയിൽ ഏത് ഭാഗമുണ്ട്? ക്രിസ്തീയ സാക്ഷികൾ എത്താത്ത സ്ഥലം ഭൂമിയിൽ എവിടെ ഉണ്ട്? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഓരോ ക്രിസ്ത്യാനിയും ദൈവരാജ്യത്തിന്റെ റൂളിംഗ് പവറിന്റെ കീഴിലാണ്. നിങ്ങൾ ഒരു ചെറിയവനായിരിക്കും, വലിയവനായിരിക്കും, പണമുള്ളവനായിരിക്കും, പണമില്ലാത്തവനായിരിക്കും, വിദ്യാഭ്യാസമുള്ളവനായിരിക്കും, വിദ്യാഭ്യാസം ഇല്ലാത്തവനായിരിക്കും, പക്ഷെ നീ കർത്താവിന്റെ രാജ്യത്തിന്റെ അംബാസഡറാണ്. ഓരോ ക്രിസ്ത്യാനിയും ദൈവരാജ്യത്തിന്റെ അംബാസഡേഴ്സാണ്. നീ ആയിരിക്കുന്ന പട്ടണം നിന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുകയാണ്. നീയാണ് അതിനെ കൈവശപ്പെടുത്തേണ്ടത്. നീ പ്രാർത്ഥിക്ക്, ഓരോ ക്രിസ്ത്യാനിയും പ്രാർത്ഥിക്ക്. നിന്റെ ഗ്രാമത്തെ മൊത്തം നിന്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു കുറച്ച് ആളുകളുടെ കയ്യിലുള്ളതല്ല. ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവം ഭൂമി സ്ഥാപിക്കുന്നത് അവന്റെ റെപ്രസെന്റേറ്റീവ്സിനെ കൊണ്ടാണ്. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ ഓരോ സഭയിലെ മെമ്പേഴ്സും കിങ്ഡം ഓഫ് ഗോഡിന്റെ അംബാസഡേഴ്സാണ്, ഗോഡ്സ് അംബാസഡേഴ്സാണ്. അല്ലാതെ അവിടുത്തെ പാസ്റ്ററും പാതിരിയും അവിടുത്തെ റവറൻറ്റും മാത്രമല്ല അംബാസഡേഴ്സ്. സഭയിലേക്ക് ഇന്നലെ വന്നു കയറിയ ഏറ്റവും ഒടുവിലത്തെ പുതിയ വിശ്വാസി ദൈവരാജ്യത്തിന്റെ പൗരനാണ്, ദൈവരാജ്യത്തിന്റെ അംബാസഡേഴ്സാണ്. ഹല്ലേലൂയ. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ, ദ ഡേ ഓഫ് ദ ട്രംപറ്റ്, ദ ലാസ്റ്റ് ട്രംപറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ യെരൂശലേമിന്റെ അവസാനത്തെ കാഹളം ഊതുമ്പോഴാണ്. സമയനിയില്ല, കാരണം പുരാതനമായ ദൈവം പറഞ്ഞ മർമ്മങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആകണം, പഴയത് നീങ്ങിപ്പോകണം, പുതിയത് സ്ഥാപിക്കപ്പെടണം. ഇനി ഞാൻ ചില കൊട്ടേഷൻസ് വായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. അതായത് ജെനസിസ് ചാപ്റ്റർ 1 ഞാൻ പറഞ്ഞല്ലോ, അത് ദ ബർത്ത്ഡേ ഓഫ് ദ വേൾഡ് ആയിരുന്നു. ഭൂമിയിലെ പുതിയ ഈ സൃഷ്ടിയുടെ ഒരു ബർത്ത്ഡേ ആയിരുന്നു. ഈ തിശ്രീ ഡേ 1 ആരംഭിച്ചു എന്നാണ് യഹൂദൻ വിശ്വസിക്കുന്നത്. അതായത് അതിനെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഇറ്റ് വാസ് നോട്ട് ഈവൻ മോർ ദാൻ ആൻ ആനിവേഴ്സറി ഓഫ് ദ ഫിസിക്കൽ ഇയർ. Judaism regards New Year of the day not merely an anniversary of creation, more importantly and renewal of it. പുതുക്കപ്പെട്ടതിന്റെ ആനിവേഴ്സറി ആയിരുന്നു എന്ന് പറഞ്ഞാൽ this is when the world is reborn. തിശ്രീ ഡേ 1 ഉണ്ടായ സംഭവം ഞാൻ പറഞ്ഞു. Each of the Jewish month was officially introduced by the blowing of the trumpet. എല്ലാ മാസങ്ങളും ആരംഭിക്കുമ്പോൾ കാഹള ധ്വനിയോടുകൂടെയാണ് ആരംഭിക്കുന്നതെന്ന് സംഖ്യാപുസ്തകം 10:10 പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ദിവസം, ഈ അവസാനത്തെ കാഹളം, ഇതാണ് റോഷ് ഹഷന എന്ന് പറയുന്നത്. ആ ദിവസം ആ കാഹളത്തോട് പഴയത് അവസാനിച്ചു. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഒറ്റ കാര്യം സ്ഥാപിക്കാനാണ്. 7ാമത്തെ കാഹളം, ഇത് കഴിഞ്ഞൊരു കാഹളം ഇല്ല. ഈ കാഹളമാണ് മഹാകാഹളം. ഈ കാഹളത്തോട് കൂടെ ഓൾഡ് കവനന്റ്, ഓൾഡ് സിസ്റ്റം, മുൻകൂടാരം, പഴയ ഭൂമി, പഴയ ആകാശം, പഴയ സിസ്റ്റം മുഴുവൻ അവസാനിച്ചു. നോഹ തൻ്റെ പെട്ടകത്തിന്റെ മൂടി തുറന്നപ്പോൾ പുതുഭൂമിയിലേക്ക് കയറിയതുപോലെ അതോടുകൂടെ ഒരു പുതിയ ഭൂമിയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പഴയത് നീങ്ങാതെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകത്തില്ല. അങ്ങനെയല്ല എഴുതിയേക്കുന്ന, മുൻകൂടാരം ഇരിക്കുന്നിടത്തോളം വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടിരിക്കുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നു. കൃത്യമായ തെളിവ് ബൈബിളുണ്ട്. നോക്കി, നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് താഴ്ത്തു പോവാണ്. 19-ാം വാക്യം. അപ്പോൾ ഏതാ 7ാമത്തെ കാഹളം ഊതി, അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു. എപ്പോഴാ തുറന്നേ? അപ്പോൾ. എപ്പോൾ? ഈ നിലവിലുള്ള സിസ്റ്റം തീർന്നപ്പോൾ.
ദൈവാലയം എവിടെ തുറന്നു? ആ സ്വർഗത്തിൽ തുറന്നെന്ന. മീതെയുള്ള യെരൂശലേമോ അവനാകുന്നു നമ്മുടെ അമ്മ, പുത്തൻ യെരൂശലേം അത് തുറന്നു എന്നാണ്. അക്ഷരികമായ യെരൂശലേം ദേവാലയത്തിന് നിർമ്മാർജ്ജനം സംഭവിച്ചപ്പോൾ ദൈവം എന്ത് തുറന്നു എന്നാണ്? സ്വർഗീയ വാതിൽ തുറന്നു. എബ്രായ ലേഖനം 9:8 പറഞ്ഞേക്കുന്നു, മുൻകൂടാരം നീങ്ങിപ്പോകാതിരിക്കുന്നിടത്തോളം കാലം വിശുദ്ധാന്തര മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധ്യമല്ല എന്ന് പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നു. അങ്ങനെങ്കിൽ യെരൂശലേം എന്ന് പറയുന്ന മുൻകൂടാരം നീങ്ങിപ്പോയപ്പോ ദാണ്ട ബൈബിൾ പറയുന്നു, സ്വർഗത്തിൽ ഒരു ദൈവാലയം തുറക്കപ്പെട്ടു. തീർന്നിട്ടില്ല. അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. നിയമപ്പെട്ടകം പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ വിശുദ്ധാന്തർ മന്ദിരം തുറക്കപ്പെട്ടു എന്നാ. മുൻകൂടാരം എന്ന് പറഞ്ഞാൽ അങ്ങ് അകത്തെയുള്ള രണ്ടാമത്തെ കൂടാരം, ആ കൂടാരത്തിനകത്താണ് നിയമപ്പെട്ടകം. അവിടേക്കാണ് വിശുദ്ധന്മാർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നത്. അവിടേക്കാണ് ആളുകൾക്ക് കടന്നു പോകാൻ അവസരമില്ലാതിരുന്നത്. പക്ഷെ ദൈവവചനം പറയുകയാണ്, യെരൂശലേം എന്ന ഈ സംവിധാനം നീങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് എന്ത് ദൈവം കാട്ടിക്കൊടുക്കുക? സ്വർഗത്തിലെ പെട്ടകം കാട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ തിരശീലയുടെ മറവിൽ നൂറ്റാണ്ടുകളായി മറയപ്പെട്ടിരുന്ന ഈ മഹാരഹസ്യത്തെ ദൈവം ഭൂതുലോകത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടു. വിശുദ്ധാന്തർ മന്ദിരത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടെങ്കിൽ മുൻകൂടാരം നീങ്ങിപ്പോയി. അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ ബൈബിൾ എഴുതിയേക്കുന്നത്? ഞാൻ ഒന്നും കൂടുതൽ വ്യാഖ്യാനിക്കല്ല, ഈ ബൈബിൾ നോക്കിയേ. പെട്ടകം പ്രത്യക്ഷപ്പെടണമെങ്കിൽ അത് അതിപരിശുദ്ധ സ്ഥലം തുറന്നല്ലേ. പെട്ടകം കാണായി വന്നെങ്കിൽ അകത്തേക്ക് കയറിപ്പോകാനുള്ള വഴി തുറന്നു വന്നു എന്നല്ലേ. തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുക. നിലവിലുള്ളതിനെ ദൈവം ഇതോടെ പൊളിച്ച് കളഞ്ഞു, അവസാനിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കഴിഞ്ഞ ശേഷമാണ് ക്രിസ്തുവിൻ്റെ യൂണിവേഴ്സൽ ലോർഡ്ഷിപ്പ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള ലോർഡ്ഷിപ്പ് ആരംഭിക്കുകയാണ്. 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെയാണ് കാണുന്നത് നോക്കിക്കേ. അപ്പോൾ ഒരു മഹാഘോഷമുണ്ടായി, ദൈവസന്നിധിയിൽ സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ് വീണു. അതായത് ഐറിൻ കാദോഷ്, ഞാനത് നേരത്തെ പറഞ്ഞത് ഐറിൻ കാദോഷ് എന്നാണ് ഈ മൂപ്പന്മാരെ യഹൂദന്മാർ വിളിക്കുന്നത്. ഐറിൻ കാദോഷ്, വിശുദ്ധന്മാരായ മൂപ്പന്മാർ. അപ്പം ഇവര് ആരുടെ റെപ്രസെന്റേറ്റീവ് അല്ല, ഇവരാണ് ലോകത്തിലെ സകല സിസ്റ്റങ്ങളെയും നിയന്ത്രിക്കുന്ന സ്വർഗത്തിന്റെ സെൻഹെന്ദ്രി. ഇത് 12 അപ്പോസ്തലന്മാരും 12 അപ്പോസ്തലന്മാരാണെന്നും 12 ഗോത്രപിതാക്കന്മാരാണെന്നും പറയുന്നുണ്ട്. അല്ല, 12 അപ്പോസ്തലന്മാരാണെങ്കിൽ ആ 12ാമത്തെ അപ്പോസ്തലനായ യൂദ ഉണ്ടോ അതിനകത്ത്? ഉണ്ടോ? ഇല്ല. യോഹന്നാൻ അപ്പോസ്തോലൻ ഈ മൂപ്പന്മാരെ കാണുമ്പോൾ ആ മൂപ്പന്മാരുടെ ഇടയിൽ താനിരിക്കുന്ന കണ്ടോ? ഇല്ല. ഇപ്പൊ ദൈവം തമ്പുരാന്റെ സേനാവ്യൂഹത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യൂഹമാണ് ഈ 24 മൂപ്പന്മാർ. ഇത് സെൻഹെന്ദ്രീമാണ്. യഹൂദന്റെ സെൻഹെന്ദ്രീമിൽ 71 ആളുകളായിരുന്നെങ്കിൽ ദൈവത്തിന്റെ സെൻഹെന്ദ്രീമിൽ 24 മൂപ്പന്മാരാണ്. 12 ആണ് ലോക ഗവൺമെന്റ് എങ്കിൽ സ്വർഗത്തിന്റെ ഗവൺമെന്റ് 24 ആണ്. ഐറിൻ കാദോഷ് എന്ന് പറയുന്ന ഈ ദൈവ മൂപ്പന്മാരുടെ സംഘം, ഇവരാണ് ഈ ഭൂമിയുടെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദിയാണ് ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് വോട്ടിംഗ് യന്ത്രമല്ല, അത് ഐറിൻ കാദോഷാണ്, ഈ മൂപ്പന്മാരാണ്. അതുകൊണ്ടാണ് ഭൂമിയോടുള്ള ബന്ധത്തിലാണ് ഇവര് നമ്മൾ കാണുന്നത്. ഇവിടെ കെറൂബുകളെ നമ്മൾ കാണുന്നില്ല, സറാഫുകളെ നമ്മൾ കാണുന്നില്ല. നമ്മൾ എസെക്കിയേലിന്റെ പ്രവചനത്തിൽ ഒരുപാട് ജീവികളെ കാണുന്നു. അവർ 4 ജീവികളെ നമ്മൾ കാണുന്നെങ്കിലും പലരെയും നമ്മൾ ഇവിടെ കാണുന്നില്ല. ഈ 4 ജീവികൾ എന്ന് പറയുന്നതും ബ്രദർ, ഈ 4 ജീവികൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ചക്രങ്ങളാണ്. അതായത് ദൈവത്തിൻ്റെ സിംഹാസനം എവിടെ ഒരു റിജിഡ് അല്ല, ഇത് ലിവിങ് ആണെന്നുള്ളതിൻ്റെ അർത്ഥമാണ്. 4 ജീവികളാണ് ദൈവത്തിൻ്റെ സിംഹാസനത്തെ ചുമക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും 4 ജീവികളെ കണ്ടാൽ
അത് കർത്താവിൻ്റെ സിംഹാസനമാണെന്ന് അർത്ഥം. ഇത് നമ്മൾ മനസ്സിലാക്കാൻ എസെക്കേലിൻ്റെ പ്രവചനം വായിച്ചാൽ മതി. 4 ജീവികൾ, ചക്രമ, ദ വീൽസ് എന്നാണ്, ദ മൂവിങ്. അതായത് കർത്താവിൻ്റെ സിംഹാസനം ഒരിക്കലും ചത്ത് ഇരിക്കുന്ന ഒന്നല്ല, മറിച്ചത് ലിവിങ് ത്രോണാണ്. അപ്പം 24 മൂപ്പന്മാര് ഭൂമിയുടെ അധികാരമുള്ള, ഭൂമിയുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന സ്വർഗീയ ദൂതഗണത്തിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഹെവനിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത്, കാരണം ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും സ്വർഗത്തിൽ നിന്ന് വന്നു. അപ്പം സ്വർഗത്തിലുണ്ടെന്ന്. അപ്പം ഈ ദൈവം ഇല്ലാത്ത ഒന്നിനെ ഇവിടെ സൃഷ്ടിച്ചല്ല, ഇതിൻ്റെ ഒറിജിനൽ ഹെവനിലാണ്. ഇൻവിസിബിൾ വേൾഡിലുള്ളതിൻ്റെ ഹ്യൂമൻ ഫോമിലാണ് നമ്മളിവിടെ കാണുന്നത് മുഴുവൻ. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന എല്ലാ ജന്തുക്കളുടെയും ഒരു റെപ്ലിക്ക ഹെവനിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെവനിലും ആനിമൽസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയ്യോ, ഇനി എന്നോട് വഴക്കുണ്ടാക്കരുത്, കാരണം ബൈബിൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടേ. കുതിരകൾ അവിടെ നിന്ന് ഇറങ്ങി വന്നെന്നാ, അല്ലാതെ കുറച്ച് രഥങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അന്നത്തെ കാലത്ത് ഹെരോദാവിൻ്റെ അടുക്ക് പോയി കുതിര വാങ്ങിച്ചതല്ല, അല്ലെങ്കിൽ ആഹാബിനോട് കുതിര വാങ്ങിച്ചതല്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കുതിരയാണ്. ഐറൻ പോട്ടെ, ഞാനതാ പറഞ്ഞോളൂ. 24 മൂപ്പന്മാർ, ഇവരാണ് അധികാരികൾ, ഇവർ സെൻഹന്ത്രിമാണ്, ഇവരാ തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലായി, ഇപ്പോൾ ഇന്ത്യയിൽ ഇനി അടുത്ത ആര് ഭരിക്കണമെന്ന് നമ്മളിവിടുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നശിക്കണം. ഞാൻ പണ്ട് പറഞ്ഞോളൂ, ഈ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വന്നപ്പോൾ ഇവിടെ പെന്തിക്കോസുകാരെല്ലാം കൂടെ ഉപവാസം ഇരുന്ന് മുഴുവെണ്ണത്തിന് ആൾസർ ഓടിച്ചു, എല്ലാം ചീറ്റി എന്ന് പറയാൻ ചീറ്റി. ഞാൻ അന്ന് ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യരുത്, നല്ല ഫുഡ് കഴിച്ചേര്, നരേന്ദ്രമോദി തന്നെ ഭരണത്തിൽ വരുത്തും. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, ഇല്ലോ അവർ പ്രവചിച്ചു, ഇവർ പ്രവചിച്ചു. ഞാൻ പറഞ്ഞു, വരില്ല, അദ്ദേഹം തന്നെ വരുത്തും. കാരണം ദൈവം നിങ്ങളുടെ ഭയത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആൻസർ തരത്തില്ല, അത് മനസ്സിലായിക്കോളും. ദൈവം പേടിച്ചിട്ട് കാര്യം മാറ്റുന്നവനല്ല. നമുക്കാ പേടിച്ചു, അയ്യോ ഇനി അയാൾ വന്നു കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ വിരോധം വരും, സുവിശേഷം എതിരാകും, അതുകൊണ്ട് നമുക്ക് മാറ്റണം. ഇത് ചർച്ച് പേടി തൂറികളാണ്. പ്രവാചകന്മാരങ്ങ് പ്രവചിക്കുകയാണ്, അതുകൊണ്ട് എല്ലാം കൂടെ നാശിച്ചു, അങ്ങനെയായി ഇങ്ങനെയായി. നമ്മൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ആളുകളൊന്നുമല്ല. രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ കൈ നീർച്ചാല് പോലെയാണ്. ആരെ ഭരിക്കണം, ആരെ ഇരുത്തണം, നീ പേടിച്ച് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടത്തില്ല. കാരണം പ്രാർത്ഥന വിശ്വാസത്തിൻ്റെതായിരിക്കണം. പേടിച്ച എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇനിയും വരാൻ പാടില്ലെന്ന് പ്രാർത്ഥിച്ചത്? സഭയ്ക്ക് പേടിയാണ്, അതുകൊണ്ടാണ്. ഭയന്ന് പ്രാർത്ഥിച്ചതാണ്. ഭയന്നുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ളൂ. കാരണം ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ ഐറൻ ഖാദോഷാണ്. ഐറൻ ഖാദിഷാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അവരാണ് ഇതിൻ്റെ കൺട്രോൾ. അതുകൊണ്ടാണ് ഭൂമിയുടെ ആധിപത്യം കുഞ്ഞാടിന് നമ്മുടെ കർത്താവിന് ലഭിച്ചു എന്നങ്ങോട്ട് പറയുമ്പോൾ മൂപ്പന്മാരെല്ലാം കൂടെ അങ്ങോട്ട് കവിണ് വീണ് കർത്താവിനെ ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ഇനി ആ സ്തുതിക്കുന്നതിനകത്തൊരു സംഭവമുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് നിർത്താം. ഇനി ഇത് നിങ്ങൾ വളരെ ഒന്ന് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം, ഇത് കേൾക്കണം, ദയവായിട്ട് നിങ്ങൾ കേൾക്കണം. ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, ദീസ് എൽഡേഴ്സ് ഫെൽ ഓൺ ദെയർ ഫേസസ് ആൻഡ് വർഷിപ്ഡ് ഗോഡ്. അവരുടെ മുഖം വീണ് ദൈവത്തെ ആരാധിച്ചു. ഇങ്ങനെ പറഞ്ഞു, വി ഗീവ് ദി താങ്ക്സ് ഓ ലോർഡ് ഗോഡ്, വി ഗീവ് ദി താങ്ക്സ് ഓ ലോർഡ് ഗോഡ് ദ ഓൾമൈറ്റി. സർവശക്തനായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനും മഹാശക്തി ധരിച്ച് വാഴുന്നവനായ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇവിടെ ഗീവ് താങ്ക്സ് എന്നതിന് കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ നിനക്ക് എന്ത് പറയുന്നു? താങ്ക്സ്. ഗീവ് താങ്ക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. വി ഗീവ് ദി താങ്ക്സ്. ഈ ഗീവ് താങ്ക്സ് എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം യുക്കാരിസ്റ്റിയോ. യുക്കാരിസ്റ്റിയോ യുക്കാരിസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ യുക്കാരിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊന്നും അങ്ങനെ ഞാൻ തോന്നുന്നു ഈ സഭ ഉപയോഗിക്കുന്നത്. അതായത് ക്രിസ്തീയ സഭ പൊതുവേ ഉപയോഗിക്കുന്ന യുക്കാരിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു, എൻ്റെ പ്രൊനൗൺസിയേഷൻ കേട്ടോ, ഹോളി കമ്മ്യൂണിയനെയാണ് യുക്കാരിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവര് ഈ മൂപ്പന്മാരെല്ലാം കൂടെ അങ്ങോട്ട് വീണിട്ട് പറയുന്നു, അതായത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോടും രക്തത്തോടുമുള്ള കമ്മ്യൂണിയനെയാണ് ഇത് മനസ്സിലാക്കണം. രക്തത്തോടും ശരീരത്തോടുമുള്ള കമ്മ്യൂണിയനെയാണ് യുക്കാരിസ്റ്റോ എന്ന് പറയുന്നത്.
അപ്പം മൂപ്പന്മാർ വീണിട്ട് ഞങ്ങൾ നിനക്ക് താങ്ക്സ് പറയുന്നു എന്ന് പറഞ്ഞാൽ യൂക്കാരിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ യൂക്കാരിസ്റ്റ് ഈസ് ഹോളി കമ്മ്യൂണിയൻ ഓഫ് ദ ബ്ലഡ് ആൻഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇത് വാസ്തവത്തിൽ നമ്മൾ ഡിഡാക്കയിൽ ഇത് വായിക്കുന്നു. ഡിഡാക്ക മുതൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഡിഡാക്ക എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ സഭയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്ട്രിനൽ ആർട്ടിക്കിളാണ്, ബുക്സാണ്, ഒരു ചെറിയ പുസ്തകമാണ്. ഡിഡാക്ക നിങ്ങൾക്ക് നെറ്റിൽ ലഭിക്കും. അതിൽ 9 10 അധ്യായങ്ങളിൽ യൂക്കാരിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26, 26, 27, മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന് 22, 23, ലൂക്കോസ് 22, 17, 19, 1 കൊരിന്ത്യർ ലേഖനം 15, 24 ഇവിടെയെല്ലാം ഈ യൂക്കാരിസ്റ്റ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. യൂക്കാരിസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിയൻ വിത്ത് ദ ബ്ലഡ് ആൻഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. അപ്പൊ ഇവിടെ എന്താ ഇവിടെ വരുന്നത്? ഈ താങ്ക്സ് ഗിവിംഗിൽ എന്താ വരുന്നത്? ആരാണ് യേശുക്രിസ്തുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവുമായിട്ട് കമ്മ്യൂണിയൻ ആകുന്നത്? ദ ചർച്ച്. അപ്പൊ മൂപ്പന്മാർ കവിട് വീണ് നമസ്കരിക്കുമ്പോൾ സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവയെ നിന്റെ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്നുള്ള ആ സ്തുതിപ്പിൽ they are thanking God for the Eucharist, the communion of the body and blood of Jesus Christ. അതായത് പൗലോസ് ഇവിടെ യോഹന്നാൻ പറയുന്നത് എന്തെന്നറിയാമോ? ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതികൾ സംഭവിച്ചു കഴിഞ്ഞു. അതായത് റിഡംഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ, ഇവിടെ വായിച്ചിട്ടില്ലേ, ഇതൊക്കെയും സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. അതിന്റെ അർത്ഥം നിങ്ങൾ ആരും വീണ്ടെടുക്കപ്പെട്ടില്ലെന്നാണ്. യേശു കർത്താവ് വരുമ്പോഴേ വീണ്ടെടുക്കത്തുള്ളൂ. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ കമ്മ്യൂണിയൻ ഓഫ് ദ ബ്ലഡ് ആൻഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ ഇവിടുത്തെ ഈ പദങ്ങൾക്കകത്ത് യൂക്കാരിസ്റ്റോ എന്ന് ദൈവം വെളിപ്പെടുത്താനുള്ള കാരണം, ഈ രാജത്വത്തിൽ പങ്കാളികളായ അവിടുത്തെ പുതുനിയമസഭ യേശു ക്രിസ്തുവുമായി ശരീരത്തിലും രക്തത്തിലും ഒന്നായി ഏകീഭവിച്ചിരിക്കുന്നു എന്നാണ് 24 മൂപ്പന്മാർ സ്വർഗത്തിൽ സിംഹാസനത്തിൽ നിന്നെഴുന്നേറ്റ് തങ്ങളുടെ കിരീടങ്ങളെ താഴോട്ടിട്ട് കവിണി വീണ് ആരാധിക്കുമ്പോൾ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അവന്റെ സഭയും അവനും ഒന്നായി മാറിയിരിക്കുന്നു. ഈസ് ടോക്കിംഗ് അബൌട്ട് ദ മാരേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സഭയുടെ ഒരുമയാണ്, ഏക ശരീരസ്ഥരായി മാറുകയാണ്. ദ കമ്മ്യൂണിയൻ ഓഫ് ദ സെയിൻസ്, കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി, കമ്മ്യൂണിയൻ ഓഫ് ദ ലോർഡ് ജീസസ്, വിത്ത് ദ കമ്മ്യൂണിയൻ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ദ ബ്ലഡ് ആൻഡ് ദ ബോഡി. ആയിരക്കണക്കിന് ദൂതന്മാരുടെ ആരാധനയുടെയും സ്വർഗീയമായ സന്തോഷത്തിന്റെയും നടുവിൽ ദൂതന്മാർ അവന്റെ മുമ്പിൽ വീണ് അവർ ദൈവത്തെ ആരാധിക്കുന്നു. ഉറക്കെ വിളിച്ചു പറയാണ്, യുക്കാരിസ്റ്റോമൻ, യുക്കാരിസ്റ്റോമൻ, വി ഗീവ് താങ്ക്സ്. ഓ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു സത്യത്തിൽ എന്താണെന്നറിയാമോ? യെരൂശലേമിന്റെ അവസാനം വന്നപ്പോൾ യേശുവും അവന്റെ സഭയും ഒന്നായി മാറി. ശരീരം കൊണ്ടും രക്തം കൊണ്ടും യേശുവുമായി സഭ ഒന്നായി മാറി. കാരണം ഇനി മുതൽ രാജത്വം ക്രിസ്തുവിനും അവൻ്റെ കർത്താവിനും വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നത്. താങ്ക് യു ലോർഡ്. എനിക്ക് തോന്നുന്നു ദിസ് ഈസ് ദ ഇനാഗുറേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെന്റ്. സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്ന യേശു കർത്താവിനെ നോക്കി നിൽക്കുന്ന ശിഷ്യവൃന്ദത്തോട്, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ പോയ കർത്താവ് അതുപോലെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ആ പോകുന്നതിന് മുമ്പ് യേശു തന്നെ ശിഷ്യന്മാർ യേശുവോട് ചോദിച്ചു, യേശു നീ എപ്പോഴാണ് നിന്റെ രാജ്യത്തെ യഥാസ്ഥാനത്താക്കുന്നത്? കർത്താവ് പിതാവിന് മാത്രമേ അറിയൂ. ഇറ്റ്സ് ഹാപ്പൻഡ്. എന്നാണ് നിന്റെ രാജ്യം when you are going to establish your kingdom? Jesus said, Father only knows it. ഏതിനെ കുറിച്ചാണ്? It's not talking about the second coming. It's talking about the destruction of Jerusalem and that particular day. That Tishri ഒന്നാം ദിവസം, റോഷ് ഹഷനായുടെ ദിവസം. That this is the inauguration of the kingdom of God. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ഇത്രയും പേർ, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പറയാം, ദൈവരാജ്യം വന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്നത്
പ്രയോജനമില്ലാത്ത ആളായിട്ട് ഭൂമിയിൽ നിന്ന് പോകേണ്ടി വരും. കാരണം നിങ്ങൾ ഒരിക്കലും വേറൊരു രാജ്യം കാണത്തില്ല. യു ആർ ഗോയിങ് ടു സീ ദ കിങ്ഡം. ഈ രാജ്യം കാണും, നിന്റെ കണ്ണുകൊണ്ട് കാണും. ഈ ഭൂമിയിൽ അത് സ്ഥാപിക്കപ്പെടുമെന്ന പ്രത്യാശയോടെ ജീവിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. ഈ ലോകത്തിന് വെളിച്ചമായി, ഭൂമിക്ക് ഉപ്പായി, കർത്താവിന് കൊള്ളാവുന്നവരായി നമുക്ക് ജീവിക്കാം. സർവശക്തിയുള്ള ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് ദിവസം 11 ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചു നിർത്തുന്നു. 18 വാക്യം, നിന്റെ കോപം വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാൻ എന്ന് ദാസന്മാർക്കും പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം കൊടുപ്പാനും. ദിസ് ഈസ് എ ടോക്കിംഗ് അബൌട്ട് മരിച്ചവരെ ന്യായം വിധിക്കുക എന്ന് പറഞ്ഞാൽ ചത്തുപോയവരെ എഴുന്നേൽപ്പിച്ചിട്ട് നരകത്തിടുന്ന കഥയല്ല. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ജഡ്ജ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ഉടനെ ഒരിക്കലും ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് റെട്രിബ്യൂട്ടീവ് ആണ്, നരകമൊന്നുമല്ല. ഇവിടെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കാഹളം എടുക്കാനുള്ള കാരണം തന്നെ ദൈവത്തിൻ്റെ രക്തസാക്ഷികളുടെ നിലവിളിയാണ്. അവരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം എറിഞ്ഞപ്പോൾ ആ കാഹളം ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയുടെ മറുപടി ആ മരിച്ചുപോയ രക്തം ചിന്തിയ രക്തസാക്ഷികൾക്ക് ഒരു ജഡ്ജ്മെന്റ് നടക്കണം. ആ ജഡ്ജ്മെന്റ് അവൻ്റെ വിധി ന്യായമുള്ള ശ്രേഷ്ഠമുള്ള വിധിയാണ്. ആ വിധി ആ മരിച്ചവരോടുള്ള വിധിയാണ്. ഭക്തന്മാർക്ക് പ്രതിഫലവും കൊടുക്കുന്ന നാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ church is going to establish with the gifts and the rewards. So യെരുശലേമിൻ്റെ വിനാശം രക്തസാക്ഷിയുടെ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയുടെ മറുപടി വരികയാണ്. ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു. 2000 വർഷമായിട്ട് അത് വളരുന്നു, ലോകം മുഴുവൻ വ്യാപരിക്കുന്നു. നിങ്ങളും ഞാനും ആ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. അതിനേക്കാൾ ഉപരി നമ്മൾ ആ രാജ്യത്തിൻ്റെ അംബാസഡേഴ്സാണ്. നമ്മുടെ ലോക ജീവിതത്തിൽ ദൈവരാജ്യത്തെ മാത്രം മുൻപിൽ കണ്ട് ജീവിപ്പാൻ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വെളിപ്പാട് ദിവസം 11 അവസാനിച്ചു എന്ന സത്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗത്തിൽ ദൈവാലയം തുറന്നു. സ്വർഗത്തിൽ അത് തുറന്നതിൻ്റെ കാരണം ഭൂമിയിലുള്ളത് എന്നേക്കുമായിട്ട് അടഞ്ഞതുകൊണ്ട്. ഭൂമിയിലുള്ള യെരുശലേമിൻ്റെ ദേവാലയം എന്നേക്കും അടഞ്ഞതിനാൽ സ്വർഗത്തിലെ ആലയം തുറക്കപ്പെട്ടു. ആ തുറക്കപ്പെട്ട ആലയത്തിനകത്ത് നിയമപെട്ടകം വെളിപ്പെട്ടു. നിയമപെട്ടകം വെളിപ്പെട്ടാൽ അർത്ഥം വിശുദ്ധാന്തർ മന്ദിരത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടു. മുൻകൂടാരമുള്ളിടത്തോളം വഴി തുറക്കപ്പെടുന്നില്ല എന്ന ആത്മാവിൻ്റെ സൂചന അവസാനിച്ചു. പഴയ നിയമസഭയും സിസ്റ്റവും അവസാനിച്ചതിനാൽ സകല മനുഷ്യർക്കും തക്ക സമയത്ത് കൃപ പ്രാപിപ്പാൻ, കരുണ പ്രാപിപ്പാൻ, അവിടുത്തെ ഓടിച്ചെല്ലാനുള്ള വഴിയും വാതിലും തുറക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയരെ. നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് 12-ാം അധ്യായത്തിലേക്ക് പോകാം. നാളത്തെ ദിവസം കൊണ്ട് തന്നെ 12 ദൈവം അതിന് കൃപ നൽകട്ടെ. എളിയവന് ഞാൻ പറഞ്ഞല്ലോ, വളരെ ഈ വിഷയത്തിന് വേണ്ടി കഠിനമായിട്ട് മാസ്റ്റർ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ പോലും ഞാൻ ഇത്രയും പാടുപെട്ട് പഠിച്ചിട്ടില്ല. ഞാനിപ്പോൾ വിചാരിക്കാറുണ്ട്, ഇത്രയൊക്കെ പഠിച്ചിരുന്നത് എനിക്കൊരു 4-5 MA എടുക്കാൻ. വേണ്ടി ആ സത്യത്തെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ രാത്രിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭരാത്രിയും ക്രിസ്തുവിനോടൊപ്പമുള്ളൊരു വിശ്രമവും ഞാൻ ഈ രാത്രിയിൽ നേരുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങുക. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ഇത് ഷെയർ ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്.